നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ഗുരുപൂർണിമയ്ക്ക് സംസ്ഥാനത്ത് പലയിടങ്ങളിലും സ്കൂളുകളിൽ മുതിർന്ന അധ്യാപകരുടെ പാദപൂജ നടത്തിയത് കുറ്റമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി. സ്കൂളുകൾക്കെതിരെ ഇന്ന് അന്വേഷണവും തുടങ്ങി. കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ നടപടി. വിദ്യാർത്ഥികൾ ഗുരുക്കളെ ആദരിക്കുന്നത് അടിമത്ത മനോഭാവമെന്നാണ് പറയുന്നത്. കാൽ കഴുകിയത് പാദപൂജ മാത്രമാണെന്നും ഗുരുക്കളെ ആദരിക്കൽ അല്ലെന്നും പറയുന്നു. RSS അജണ്ടയായതിനാൽ എതിർപ്പുമായി ഇടത് വിദ്യാർത്ഥി സംഘടനകളും മുന്നിലുണ്ട്. കോൺഗ്രസ് പ്രത്യക്ഷ സമരത്തിലില്ലെങ്കിലും പാദപൂജയിൽ എതിർപ്പ് അറിയിച്ചു. BJPയും പരിവാർ സംഘടനകളും ഗവർണറും പാദപൂജയ്ക്ക് അനുകൂലമായി രംഗത്ത്. ആലപ്പുഴയിൽ പാദപൂജയ്ക്കെതിരായ വിദ്യാർത്ഥി സംഘടനകളുടെ മാർച്ച് തടയാൻ രക്ഷിതാക്കളും അണിനിരന്നു. ഗുരുപൂജയ്ക്ക് കേസെടുപ്പിക്കുന്ന മന്ത്രി. കണ്ണൂർ ധർമ്മടത്ത് കൊലക്കേസിൽ ജീവപര്യന്തം ശിക്ഷയ്ക്കിടെ പരോളിലിറങ്ങിയ CPM നേതാവ് ബാലസംഘത്തിന്റെ കുട്ടികൾക്ക് ക്ലാസ് എടുത്തതിലും കേസെടുപ്പിക്കുമോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. പ്രൈം ഡിബേറ്റിൽ കോൺഗ്രസ് നേതാവ് ശ്രീ വസന്ത് തെങ്ങുംപള്ളിൽ, VHP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ അനിൽ വിളയിൽ, CPM സഹയാത്രികൻ അഡ്വക്കേറ്റ് BN ഹസ്കർ, സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ രാഹുൽ ഈശ്വർ എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ അനിൽ വിളയിൽ, ഇപ്പോൾ പാദപൂജയ്ക്കെതിരെ വലിയ വിമർശനമാണ് സംസ്ഥാനത്തുടനീളം ഉള്ളത്. അതുമാത്രമല്ല, വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധ മാർച്ചും സംഘടിപ്പിക്കുകയാണ്. ബാലാവകാശ കമ്മീഷന്റെ കേസ് ഒരു വശത്ത്. പിന്നെ സ്കൂളുകൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി കർശനമായി തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു. സ്കൂളുകളിൽ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. പക്ഷേ ഇതിനെ ഏത് രീതിയിലാണ് നിങ്ങൾ എതിർക്കുന്നത്? ഇത് പാദപൂജയാണോ അതോ ഗുരുവന്ദനമാണോ, ഗുരുക്കളെ ആദരിക്കലാണോ? എന്താണ് യഥാർത്ഥത്തിൽ സ്കൂളുകളിൽ കണ്ടത്? വെട്ടിയെടുത്ത ഒരു സംസ്കാരമുള്ള ആൾക്കാരാണ് ഈ പാദപൂജ എന്ന വാക്കിന് വ്യാപകമായിട്ടുള്ള പ്രചാരം നൽകുന്നത്. ഇത് ഗുരുപൂജയാണ്, ഗുരുപൂർണിമയുമായി ബന്ധപ്പെട്ട ചടങ്ങാണ്. ഗുരുപൂജയും ഗുരുപൂർണിമയുമായി ബന്ധപ്പെട്ട ചടങ്ങില് ഗുരുവിന്റെ പാദത്തിൽ തൊട്ട് നമസ്കരിക്കുക എന്നുള്ള ഒരു കാര്യക്രമം തന്നെ ഉണ്ട്. അതിനകത്ത് യാതൊരു തെറ്റുമുള്ളതായിട്ട് ഈ ഭാരതത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന വിശ്വാസികളും സമ്മതിച്ചു തരത്തില്ല. ഒരു തെറ്റുമുണ്ടെന്ന് ആരും പറയത്തില്ല. ഇതിനകത്ത് എന്താണ് ഈ ന്യൂസ് 18 പോലുള്ള ചാനലുകള് ദയവായിട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട, കേരളം അനുഭവിക്കുന്ന ധാരാളം ബുദ്ധിമുട്ടുകള്, വിദ്യാഭ്യാസ മേഖല നേരിടുന്ന ധാരാളം പ്രതിസന്ധികള്, ഇതിനെയൊക്കെ പറ്റി ചർച്ച ചെയ്യാതെ വളരെ നിരുപദ്രവകരമായിട്ടുള്ള, യാതൊരു കുഞ്ഞിനും യാതൊരു പ്രശ്നവും, ശാരീരികവും മാനസികവും ബൗദ്ധികവുമായി യാതൊരു പ്രശ്നവും ഉണ്ടാക്കാത്ത ഒരു ഗുരുപൂജ ചടങ്ങിനെ പറ്റി ഇത്രമാത്രം ചർച്ച ചെയ്യാൻ ഇടയായ സാഹചര്യം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അല്ല, ഗുരുപൂജ ചടങ്ങിനെതിരെ ഈ ചടങ്ങിനെതിരെ കേസെടുത്തതിനെ കുറിച്ചാണ് ചർച്ച. അത് മാത്രമല്ല, ഇതിൽ സ്കൂളുകൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുമ്പോൾ അത് ചർച്ച ചെയ്യാതിരിക്കാൻ പറ്റുകയില്ല. അത് എത്രയോ സ്കൂളുകളിൽ ഈ ഗുരുപൂജ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിനെതിരെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ പ്രതികരിക്കുകയും കേസ് ബാലാവകാശ കമ്മീഷൻ എടുക്കുകയും അന്വേഷണം തുടങ്ങിയിരിക്കുകയാണല്ലോ ഇപ്പോൾ. അല്ലേ, ഇപ്പോൾ സ്കൂളുകളിൽ ഇന്ന് അന്വേഷണത്തിന് ആളുകൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? ഉദ്യോഗസ്ഥർ എത്തിയല്ലോ അല്ലേ? അന്വേഷണം നടക്കട്ടെ. ഇത് എത്രയോ വർഷക്കാലമായി ഭാരതത്തിലെ തനതായ സംസ്കാരമായിട്ടുള്ള സനാതന സംസ്കാരം ഉത്ഭവിച്ച കാലം തൊട്ട് തന്നെ ഗുരുവിനെ വന്ദിക്കുക, മാതാവിനും പിതാവിനും ഗുരുവിനും ദൈവത്തിന് തുല്യമായ സ്ഥാനം നൽകിയിരിക്കുന്ന ഒരു പാരമ്പര്യമാണ്. ഭാരതത്തിന് മാത്രം അവകാശപ്പെടാൻ സാധിക്കുന്ന ഒരു പാരമ്പര്യമാണ്. ആ ഗുരുവിനെ വർഷത്തിൽ ഒരു ദിവസം സ്മരിക്കുകയും ആ ആചാര്യന്റെ കാൽപാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിന്റെ അനുഗ്രഹം തേടുകയും ചെയ്യുക എന്ന് പറയുന്നതിൽ എന്താണ് കുഴപ്പം? ഒരു സനാതന സംസ്കാരത്തിന്റെ ഭാഗമെന്ന് മാത്രം ആയിട്ട് ഇതിനെ കാണുന്നതാണ് ഈ കുഴപ്പം വരുന്നത്. ഇത് ഭാരതത്തിന്റെ പാരമ്പര്യമാണ്. ഭാരതത്തിന്റെ പാരമ്പര്യമായിട്ടുള്ള ഒരു ചടങ്ങ് നടത്തിയെന്ന ഒരു വാദം ഉന്നയിച്ചുകൊണ്ട് ഇത്തരത്തില് കേസെടുക്കുക, സ്കൂളുകൾക്കെതിരെ നടപടി നടത്തുക തുടങ്ങിയ ഭീഷണികള് ഈ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി തന്നെ എടുക്കേണ്ടതാണ്. ആലപ്പുഴയിൽ ഒരു സ്കൂളിൽ, നൂറനാടാണ് അല്ലെ, ഒരു സ്കൂളിൽ ഒരു BJP നേതാവിന്റെ കാൽ കഴുകിയിരുന്നു കുട്ടികൾ. BJPയുടെ സെക്രട്ടറിയാണ്, ജില്ലാ സെക്രട്ടറിയുടെ കാൽ കഴുകിയിരുന്നു. KK അനൂപ്. അദ്ദേഹം മുതിർന്ന ഗുരുക്കന്മാരെ ആദരിക്കുക എന്നുള്ളതാണല്ലോ, കാൽ കഴുകി പാദപൂജ ചെയ്ത് ആദരിക്കുക എന്നുള്ളത്. അതിൽ എങ്ങനെയാണ് ഈ ജില്ലാ സെക്രട്ടറി BJPയുടെ ഉൾപ്പെട്ടത്? ഞാൻ പറയാം. ഒരാള് ഒരു സ്കൂളിൽ പഠിപ്പിച്ച അല്ലെ കോളേജിൽ പഠിപ്പിച്ച ഒരാൾ തന്നെ ആകണം അധ്യാപകനെന്ന് ശഠിക്കുന്നവരാണ് ഇപ്രകാരമുള്ള ചർച്ചയിലേക്ക് പോകുന്നത്. അദ്ദേഹം BJP നേതാവായി പോയി.
അദ്ദേഹം കഴിഞ്ഞ ഏകദേശം ഞാൻ മനസ്സിലാക്കിയിടത്തോളം കഴിഞ്ഞ 2 പതിറ്റാണ്ട് കാലമായി ആ വിദ്യാലയം നടത്തുന്ന അതിന്റെ പ്രധാനപ്പെട്ട കാര്യകർത്താക്കളിൽ ഒരാളാണ് അദ്ദേഹം. എത്രയോ ക്ലാസ്സുകൾ അവിടുത്തെ കുട്ടികളുമായി ബന്ധപ്പെട്ട് നൈതികമായിട്ടുള്ള വിഷയങ്ങൾ എടുക്കുന്നു, ലീഗൽ സർവീസ് അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ അദ്ദേഹം എടുക്കുന്നു. അല്ല, ഗുരുക്കന്മാരെ ആദരിക്കുന്നത് ഓക്കെ, പാദപൂജ നടത്തുന്നു. പക്ഷേ ഇതാണ് അതിനകത്ത് വിവാദമായത്. ഈ BJP നേതാവിന് എങ്ങനെ അവിടെ ഇടം കിട്ടി എന്നുള്ളത്, അദ്ദേഹത്തിന്റെ പാദപൂജ കുട്ടികളെ കൊണ്ട് ചെയ്യിച്ചത്, അതാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. അത് ചോദ്യം ചെയ്യേണ്ട എന്താണ് കാര്യം? അദ്ദേഹം ഗുരുവല്ല, അദ്ദേഹം അധ്യാപകനല്ല, ഒരു BJP നേതാവ് മാത്രമാണ്. അല്ലല്ല, അത് ശ്രീ മഞ്ജുഷ് ഗോപാൽ, താങ്കൾ ഈ ഗുരു എന്ന സങ്കല്പത്തിന്റെ അർത്ഥം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഒരു കൊച്ചുകുട്ടി ഒരു അറിവ് ആർക്കെങ്കിലും പകർന്നു കൊടുത്താൽ ആ കൊച്ചുകുട്ടിയെ പോലും ഗുരുവായിട്ട് കാണാൻ പഠിക്കുന്ന ഒരു പാരമ്പര്യമാണ് ഭാരതത്തിനുള്ളത്. അല്ലാതെ B.Ed.ഉം TTCയും M.Ed നേടിയവർ മാത്രമാണ് ഗുരു എന്ന സങ്കല്പം തീർത്തും തെറ്റാണ്. ഇംഗ്ലീഷിൽ ടീച്ചർ എന്ന് പറഞ്ഞ ഒറ്റ വാക്കേ ഉള്ളൂ. പക്ഷെ ഭാരതീയ പാരമ്പര്യം അനുസരിച്ച് ഗുരു, അധ്യാപകൻ, വഴികാട്ടി തുടങ്ങി ധാരാളം അർത്ഥങ്ങൾ ഗുരു എന്ന സങ്കല്പത്തിനുണ്ട്. ഒരു വഴികാട്ടിയാണ്. നല്ല ഒരു കാര്യം പറഞ്ഞു കൊടുത്താൽ ആ ആള് ഗുരുവാണ്. അതൊരു 4 വയസ്സുകാരന്, ഒരു 50 വയസ്സുകാരന് ഒരു അറിവ് പകർന്നു കൊടുത്താൽ 4 വയസ്സുകാരനെയും ഗുരുവായി സങ്കല്പിക്കുന്ന ഒരു പാരമ്പര്യമുണ്ട്. ആ സ്കൂളിലെ പ്രധാന കാര്യകർത്താക്കളിൽ ഒരാളായിട്ടുള്ള അദ്ദേഹം ആ ചടങ്ങിൽ പങ്കെടുത്തതിൽ യാതൊരു തെറ്റുമില്ല. അതിനെ രാഷ്ട്രീയ വിവാദമാക്കി മാറ്റുകയാണ്. കാരണം ഗുരുക്കന്മാരെ പൂജിച്ച ആ ചടങ്ങിന് ഈ വിവാദം ഉണ്ടാക്കിയപ്പോൾ ഒരു പിന്തുണ കിട്ടത്തില്ല, പൊതുസമൂഹത്തിൽ നിന്ന് പിന്തുണ കിട്ടത്തില്ല എന്ന് മനസ്സിലാക്കിയ ചില ശക്തികളാണ് BJP നേതാവിന്റെ പാദം പൂജിച്ചു എന്ന രീതിയിൽ ഈ ചർച്ചയെ വഴിതെറ്റിച്ചു വിടുന്നത്. യാതൊരു അടിസ്ഥാനവുമില്ല. അതിൽ മാത്രമാണ് നിങ്ങൾ പ്രതിരോധത്തിലായി പോയത്. BJP നേതാവിനെ അക്കൂട്ടത്തിൽ കൊണ്ടിരുത്തിയതാണ്. ശരി, ശ്രീ വസന്ത് തെങ്ങുംപള്ളിയിൽ, നിങ്ങൾ പൂർണ്ണമായിട്ടും ഈ പാദപൂജയെ എതിർക്കുന്നുണ്ടോ? ഇപ്പോൾ പ്രത്യക്ഷ സമരത്തിൽ തന്നെയുണ്ട് ഇടത് വിദ്യാർത്ഥി സംഘടനകൾ. കോൺഗ്രസ് പക്ഷേ അങ്ങനെ ഒരു കടുത്ത നിലപാടിലേക്ക് പോയിട്ടില്ലല്ലോ. KC വേണുഗോപാലൊക്കെ പ്രതികരിച്ചിട്ടുണ്ട് ഇതിനെതിരെ, വിദ്യാർത്ഥികളെ കൊണ്ട് ഇങ്ങനെ പാദപൂജ ചെയ്യിപ്പിച്ചത് ശരിയായില്ല എന്നൊക്കെ. പക്ഷെ നിങ്ങൾ ഇക്കാര്യത്തിലൊരു നിലപാടെടുക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ടോ? എന്താണ് കൃത്യമായ നിലപാട്? യാതൊരു നിലപാടിന്റെ തെളിമ കുറവുമില്ല ഈ വിഷയത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച്. കാരണം ഇന്ത്യൻ ഭരണഘടന വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒന്നാമത്തെ വാക്ക് സയന്റിഫിക് ടെമ്പർ എന്നാണ്. അതായത് ഇന്ത്യയിലെ എല്ലാ വിദ്യാർത്ഥികളെയും അവരുടെ സയന്റിഫിക് ടെമ്പർ വളർത്താൻ വേണ്ടിയുള്ള ഉദ്ദേശത്തോടു കൂടി വിദ്യാർത്ഥി സിലബസുകൾ, വിദ്യാഭ്യാസം രൂപപ്പെടുത്തിയെടുക്കണം എന്നാണ് ഇന്ത്യൻ ഭരണഘടന തന്നെ പറയുന്നത്. ആ സയന്റിഫിക് ടെമ്പറിനെ തെറ്റിക്കുന്ന രീതിയിൽ അടിമ ഉടമ ബന്ധം പോലെ, അടിയാളൻ ഉടയാളൻ ബന്ധം പോലെ ആരെങ്കിലും കാലു കഴുകിയാൽ മാത്രമാണ് വിദ്യ പകർന്നു കിട്ടുക, അങ്ങനെയാണ് ആ അനുഗ്രഹം കിട്ടുക എന്നുള്ള ചിന്ത ആരാണ് മുമ്പോട്ട് വെക്കുന്നത്? അത് മുമ്പോട്ട് വെക്കുന്നത് ഈ സംഘപരിവാർ ശക്തികളാണ്. അവരുടെ ആശയത്തിലാണ്, മനുസ്മൃതിയിലാണെന്ന് പറയുന്നത്. മറ്റേതെങ്കിലും ഹൈന്ദവ ആചാരങ്ങളിലോ ഹൈന്ദവ വിശ്വാസങ്ങളിലോ അത്തരമൊരു ആചാരമില്ല. പറയൂ, അപ്രകാരം ഭാഗം തൊടുന്ന മനുസ്മൃതി ചുമ്മാതെ പ്രസംഗിക്കാതെ മനുസ്മൃതി ഒന്ന് വായിച്ചു കേൾപ്പിക്കുക ഭാഗം. അങ്ങാണ് ഒരു ചർച്ചയുടെ ആംഗിൾ. ഞാൻ സംസാരിച്ചു തുടങ്ങുമ്പോൾ സംശയം വന്നു താങ്കൾ പറഞ്ഞതിൽ. എനിക്കത് അറിയില്ലായിരുന്നു, അദ്ദേഹം അത് പറഞ്ഞു, അത്രേ ഉള്ളൂ. അതിന് മറുപടി പറഞ്ഞോളൂ. അല്ല, പറഞ്ഞു പോവാന്നേ. അല്ല പറയണ്ട, താങ്കൾ വരികൾക്കിടയിൽ ചുമ്മാ മനുസ്മൃതി 40 വട്ടം പറയുന്നത് മനുസ്മൃതി ഒന്ന് വായിച്ചു കേൾപ്പിക്കുക, എന്നിട്ട് പറയാം. ഇദ്ദേഹം സംസാരിക്കുന്നില്ല. എന്റെ ഒരു സംശയമാണ്, താങ്കൾ വിട്ടിട്ട് പോകരുത്, ഒന്ന് പറഞ്ഞു കേൾപ്പിക്കൂ. ഹലോ മിസ്റ്റർ, ഞാൻ സംസാരിച്ചു തുടങ്ങുമ്പോൾ അങ്ങയുടെ സംശയത്തിന് ഉത്തരം പറയാൻ വരുന്നതിന് മുമ്പ് അങ്ങന്റെ വായിൽ കടി വെറിവെക്കാൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ വളരെ കൃത്യമായി പറയുന്നു. ഇന്ത്യയുടെ ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന ഗുരുപൂജ എന്ന് പറയുന്ന ഈ കാലുകഴുകൽ പരിപാടി, ആ പരിപാടി ഇന്ത്യയുടെ ഏത് സംസ്കാരത്തിന്റെ ഏത് പുസ്തകത്തിലാണ് നിഷ്കർഷിച്ചിട്ടുള്ളത്? അങ്ങേക്കൊന്ന് പറയാമോ? പറഞ്ഞു. അല്ലെന്നേ, ഇങ്ങനെ ഇദ്ദേഹം സംസാരിക്കണേ അയാളെ മാത്രം വെച്ച് ചർച്ച നടത്തും കേട്ടോ. അല്ല, പറയാമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയാന്നല്ലേ പറഞ്ഞു. പൂർത്തിയായിട്ട് അദ്ദേഹം പറയുള്ളൂ. ഇപ്പൊ പണിലും പറയാം. ശ്രീ അനിൽ, അങ്ങനെ ഒരു ബേസിക് മര്യാദ കാണിക്കണം. ഞാൻ മര്യാദയോടെ പറഞ്ഞത്, താങ്കൾ ചോദിച്ചാൽ ഞാൻ ഉത്തരം പറഞ്ഞത് പറയാം. ശ്രീ അനിൽ, ഞാൻ പഠിച്ച ഗുരുകുലങ്ങളിലെല്ലാം ഈ ബേസിക് മര്യാദ, ഒരു ബേസിക് മാനേഴ്സ് എന്ന് പറയുന്നത് പഠിപ്പിക്കുന്നുണ്ട്. തന്നെയാണ്, ഒരു കുഴപ്പമില്ല. താങ്കൾ വസന്ത് പറയട്ടെ, അദ്ദേഹത്തിന്റെ പോയിന്റ് പറയട്ടെ, പിന്നെ ഞാൻ പറഞ്ഞോളാം. ശ്രീ അനിൽ, ആദ്യം സാമാന്യ മര്യാദ പഠിക്കൂ, എന്നിട്ട് അത് പഠിപ്പിക്കൂ, എന്നിട്ടാവാം കാല് കഴുകൽ. അതില്ലാതെ നിങ്ങളാണോ കുട്ടികളെ കൊണ്ട് കാല് കഴിപ്പിക്കാൻ പോകുന്നത്? താങ്കൾ ചുമ്മാതെ എന്തെങ്കിലുമൊക്കെ പുലമ്പിയിട്ട് പോയ മനുസ്മൃതി പറഞ്ഞത്. അല്ല, പുലഫ്യം പറയുന്നത് താങ്കളാണ്. ഞാനൊരു പുലഫ്യോ? അത് താങ്കളുടെ മറ്റു വിഷയങ്ങളെ പോകാതെ വസന്ത് പറയൂ. അല്ല, അദ്ദേഹം തന്നെ, അദ്ദേഹത്തിന്റെ സംസ്കാരം പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി ഇദ്ദേഹത്തിന്റെ കൂടി കാല് കഴിയേണ്ട ഗതികേട് ഏതെങ്കിലും കുട്ടികൾക്ക് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്.
രണ്ടാമത് വളരെ കൃത്യമായി ഞങ്ങളുടെ നിലപാട് എന്താണ്? ഞങ്ങൾ പറയുന്നത് ഇത്തരം ആചാരങ്ങൾ സയന്റിഫിക് ടെമ്പർ വളർത്തുന്നതിന് എതിരായിട്ടുള്ള സംസ്കാരമാണെങ്കിൽ അത് തിരുത്തപ്പെടണം. എത്രയോ സംസ്കാരങ്ങൾ തിരുത്തപ്പെടുത്തിയിട്ടുണ്ട്, തെറ്റാണ് എന്ന് കണ്ട് സതി ഇവിടെ തിരുത്തപ്പെട്ടില്ലേ? അങ്ങനെ തിരുത്തപ്പെടേണ്ടതാണെങ്കിൽ തിരുത്തപ്പെടണം. രണ്ട്, BJP നേതാക്കളുടെയും ഈ നാട്ടിലുള്ള BJPയുടെ അദ്ദേഹം തന്നെ കാര്യകർത്ത എന്നാണ് പറയുന്നത്. BJPയുടെ മണ്ഡലം സെക്രട്ടറിയുടെയും ജില്ലാ സെക്രട്ടറിയുടെയും അടക്കം കാല് കഴുകി എന്ത് അനുഗ്രഹമാണ് കുട്ടികൾക്ക് കിട്ടുക എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ പരിപാടി സംഘടിപ്പിക്കപ്പെട്ട സ്കൂളിന്റെ റോൾ കോഡിൽ അല്ലെങ്കിൽ അവിടുത്തെ എംപ്ലോയി രജിസ്ട്രിയിൽ എവിടെയെങ്കിലും ഈ BJPയുടെ ജില്ലാ സെക്രട്ടറി എംപ്ലോയി ആണോ? പിന്നെ അദ്ദേഹം പറഞ്ഞ എന്താണ്, ഈ ക്ലാസ് എടുക്കാൻ വരുന്നു, ലീഗൽ ക്ലാസ് എടുക്കാൻ പോകുന്നു. ഞാൻ ഒരുപാട് അടുത്ത് ലീഗൽ ക്ലാസ് മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ പോകാനുള്ളതാണ്. നാളെ തൊട്ട് എന്റെ കാല് കഴിക്കോ, കുട്ടികൾക്കെല്ലാം അനുഗ്രഹം തന്നേക്കാം എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുമോ? അങ്ങനെയല്ല. കുട്ടികളെ സംബന്ധിച്ച് ഇപ്പൊ അദ്ദേഹം തന്നെ സൂചിപ്പിച്ചു, 4 വയസ്സുകാരൻ വിദ്യ പകർന്നു കൊടുത്താലും അവൻ അറിവുള്ളവനാണെങ്കിലും അവനെയും ഗുരുവായി കാണുന്നതാണ് നമ്മുടെ സംസ്കാരം. ഇവരുടെ സംസ്കാരമല്ല, നമ്മുടെ സംസ്കാരം, ഭാരതത്തിന്റെ സംസ്കാരം. അപ്പൊ അവിടെ കാല് കഴുകാൻ നിർബന്ധിതരായ കുട്ടികളിൽ എത്ര പേർ ഈ ഗുരുക്കന്മാരെക്കാട്ടിലും അറിവുള്ളവർ, അവരെക്കാട്ടിലും പ്രാഗൽഭ്യമുള്ളവരുണ്ടാവും? അപ്പോ അവരുടെ മനസ്സിൽ ഒരു കാല് കഴുകുന്നു എന്ന് പറയുന്ന സംസ്കാരം അത് നല്ലതല്ല എന്ന കൺസെപ്റ്റ് തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. കുട്ടികളെ നിർബന്ധിച്ചൊരു കാര്യം ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെതിരാണ്. ഇനി കുട്ടികൾ സ്വമേധയാ കഴുകിയതാണ് എന്ന് പറയാൻ പറ്റില്ല, കാര്യം അവർ മേജേഴ്സ് അല്ല. അപ്പൊ സ്വമേധയാ അവർക്ക് തീരുമാനമെടുക്കാൻ പറ്റും എന്ന് പറയുന്ന പോയിന്റും നിൽക്കില്ല. അപ്പൊ ഇവർക്ക് കുറച്ച് ഇവരുടെ വിദ്യാലയങ്ങളിലൂടെ, അതായത് ഈ പറയുന്ന സ്പെഷ്യൽ ഗ്രൂപ്പ് സംഘപരിവാർ ഗ്രൂപ്പുകളുടെ മാനേജ്മെന്റിൽ ഇരിക്കുന്ന സ്കൂളുകളിലൂടെ ഇവരുടെ ആശയ പ്രചാരണങ്ങളെ, ഇവരുടെ തത്വദീക്ഷകളെ ഒളിച്ചു കടത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതിനെ എതിർക്കപ്പെടുക തന്നെ വേണം. സ്കൂളുകൾ, വിദ്യാലയങ്ങൾ, നമ്മളുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ മക്കൾ അവർ കാല് കഴുകി വളരേണ്ടവരല്ല, അവർ ചിറകടിച്ച് ഉയരേണ്ടവരാണ് എന്ന നിലപാടാണ് കോൺഗ്രസ്. ശരി, അനിൽ മറുപടി. അദ്ദേഹം പറഞ്ഞതിന് കൃത്യമായ മറുപടിയുണ്ട്. ഇവിടുത്തെ ഇടതുപക്ഷക്കാരും വലതുപക്ഷക്കാരും ഒക്കെ 40 വട്ടം ചുമ്മാതെ മനുസ്മൃതി എന്ന് പറയും. ഞാൻ വെല്ലുവിളിക്കുകയാണ് ഈ സഹോദരനോട്, മനുസ്മൃതിയിൽ എവിടെയാണ് ഇതിനെപ്പറ്റിയൊക്കെ പറഞ്ഞിട്ടുള്ളത്? ചുമ്മാതെ പറയുന്ന അർത്ഥമില്ലാത്ത കാര്യങ്ങളാണ്. ഭാരതത്തിലെ ധാരാളം കാര്യങ്ങളുണ്ട്, ഇതെല്ലാം എഴുതപ്പെട്ടിട്ടില്ല. സ്മൃതികളും ശ്രുതികളും പുരാണങ്ങളും ഒക്കെ തന്നെ ഉള്ള ഒരു സംസ്കാരമാണ് ഭാരതത്തിൻ്റെത്. അല്ലാതെ സെമറ്റിക് മതങ്ങളുടെ കൂട്ട് ബൈബിളോ ഖുറാനോ മാത്രം അടിസ്ഥാനമാക്കിയുള്ള ഒരു ജീവിതക്രമോ സംസ്കാരമോ അല്ല ഭാരതത്തിനുള്ളത്. ധാരാളം കാലങ്ങളായി, വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി, സഹസ്രാബ്ദങ്ങളായി തുടർന്നു വരുന്ന ചില ചടങ്ങുകളും പാരമ്പര്യങ്ങളും നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. അദ്ദേഹം നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായല്ലോ, സയന്റിഫിക് ടെമ്പർമെന്റ് ഭരണഘടനയിലുണ്ടെന്ന്. അദ്ദേഹം ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ഒന്ന് വായിച്ചു നോക്കണം. അതിനകത്ത് വളരെ കൃത്യമായി ഇക്കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇന്ത്യൻ എക്കോസിസ്റ്റം പഠിപ്പിക്കണം. അതെന്ന് പറഞ്ഞാൽ വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ തന്നെയാണ്. ഇദ്ദേഹം ഗൂഗിളിലെങ്ങാനും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം. ഈ ഭാരതത്തിലെ ചന്ദ്രയാൻ പ്രോജക്റ്റില് പങ്കാളികളായ 4 ശാസ്ത്രജ്ഞന്മാരും ഭാരതീയ വിദ്യാനികേതൻ എന്ന് പറഞ്ഞ ഭാരതത്തിന് ഉദാത്തമായ വിദ്യാഭ്യാസം നൽകുന്ന ആ ഏജൻസിയിൽ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളായിരുന്നു ഒരു കാലത്ത്. ഏകദേശം 300-ൽ പരം വിദ്യാലയങ്ങൾ കേരളത്തിലുണ്ട് വിദ്യാനികേതന്. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ആർജവത്തോടുകൂടി പ്രവർത്തിക്കുന്ന സ്കൂളുകളാണ്. 12,000-ൽ പരം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ഭാരതത്തിലെമ്പാടുമായി 3 ലക്ഷത്തിൽ പരം 35 ലക്ഷത്തിൽ പരം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. 40 ലക്ഷത്തിലധികം പൂർവ്വ വിദ്യാർത്ഥികളുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ടതാണ്, 1.5 ലക്ഷത്തോളം ജീവനക്കാര്, ജോലിക്കാര്, അല്ലെങ്കിൽ അധ്യാപകര്, ഒരു കുടുംബമായി ഈ ഭാരതീയ വിദ്യാനികേതനെയും വിദ്യാഭാരതിയെയും മുമ്പോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടൊക്കെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന് അറിയാമോ എന്ന് എനിക്കറിയില്ല, ഈ CBSEയുടെ പരീക്ഷകളിലെ 100-ൽ 20 മാർക്ക് അത് 4 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്തെ 5 മാർക്ക് ഈ ഭാരതീയമായിട്ടുള്ള ഇത്തരത്തിലുള്ള സംസ്കാരത്തിനെ പറ്റി എഴുതുന്ന കുട്ടികൾക്ക് കൊടുക്കുന്നതാണ്. നമ്മളത് മനസ്സിലാക്കണം. ഈ ചർച്ച കൊണ്ട് ഒരു ഗുണമുണ്ടായിട്ടുണ്ട്. ഈ സംസ്കാരത്തിലേക്ക് ആകൃഷ്ടരായിട്ടുള്ള ധാരാളം വ്യക്തികൾ സമൂഹത്തിൽ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ ഇത്തരത്തിലുള്ള ഈ ചടങ്ങുകളിൽ കൂടി സാധിച്ചിട്ടുണ്ട്. ഈ കേരളത്തിലെ ഈ ഭാരതീയ വിദ്യാനികേതന്റെ വിദ്യാലയത്തിൽ മാത്രമല്ല ഇത് ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കണം, അമൃതാനന്ദമയ്യയുടെ സ്കൂളുകളുണ്ട്, ചിന്മയ മിഷന്റെ സ്കൂളുകളുണ്ട്. ഇവിടെയൊക്കെ തന്നെ ഈ ചടങ്ങുകളുണ്ട്. 1-2 വിദ്യാലയത്തിലെ ഫോട്ടോകൾ പുറത്തു വന്നു എന്നുള്ള കാരണത്താൽ അവിടെ മാത്രമാണ് ഈ ചടങ്ങുകൾ. ചില സ്ഥലങ്ങളിൽ മാത്രമല്ല, താങ്കൾ പറഞ്ഞത് ശരിയാണ്. ധാരാളം വിദ്യാലയങ്ങളിൽ ഇങ്ങനെയുണ്ട്. ഓരോ ദിവസവും ഇപ്പോൾ ഓരോ ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുന്നു. അഡ്വക്കേറ്റ് BN ഹസ്കർ, ഇത് വർഷങ്ങളായിട്ട് ഈ സ്കൂളുകളിൽ ഉള്ള ചടങ്ങാണ്. ഗുരുപൂർണിമയ്ക്ക് നടത്തുന്ന ഒരു ചടങ്ങാണിത്.
അതിനെ ഇപ്പോൾ പാദപൂജ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഈ കാര്യം ഗുരുവന്ദനത്തിനെതിരെ എത്തുവാനുള്ള കാരണം അല്ലല്ല, എന്താണ്? ഞാൻ ശ്രീ ഒരു ബി എൻ കാര്യം ഹസൻ, കൂടെ അത് ഒന്ന് മാത്രമല്ല സൂചിപ്പിച്ചോട്ടെ. ഇതിൽ ഒറ്റ ബാലാവകാശ സെക്കൻഡ്. കമ്മീഷനെ കൊണ്ട് കേസ് എടുപ്പിക്കുന്നു, സ്കൂളുകൾക്കെതിരെ നടപടി വരുമെന്നുള്ള മുന്നറിയിപ്പ് വിദ്യാഭ്യാസ മന്ത്രി നൽകുന്നു. അത്രയും ഗുരുതരമായ ഒരു അദ്ദേഹത്തിന് തെറ്റാണോ ഏത് ഈ മുന്നറിയിപ്പ് സ്കൂളുകൾ കൊടുക്കാമല്ലോ? ചെയ്തിരിക്കുന്നത്? ഹസ്കർ, അദ്ദേഹത്തിന് മുന്നറിയിപ്പ് കൊടുക്കാം. താങ്കൾ ഇൻട്രോ ആയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ബാലസംഘത്തിന്റെ ധർമ്മടം നോർത്ത് വില്ലേജ് കമ്മിറ്റിയുടെ യോഗത്തില് ആ ഗുരുതുല്യമായിട്ട് ഈ ധർമ്മ ഉപദേശം നൽകാൻ ചെയ്യുന്നത് നിഖിൽ വധക്കേസിലെ, അസ്ലാം വധക്കേസിലെ പ്രതിയായിട്ടുള്ള തെക്കേ കണ്ണോളി ശ്രീജിത്ത് എന്ന് പറയുന്ന ആള് അവിടെ ചെന്ന് ശരിയാണ്, ഒരു സംശയമില്ല. ഞാനത് ഇൻട്രോയിൽ പറഞ്ഞിരുന്നു. ഞാൻ ആ ദൃശ്യങ്ങളിലേക്കും വരാം. അതിനു മുമ്പ് അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, ഇപ്പോൾ ഈ പാദപൂജ നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗുരുക്കളെ ആദരിച്ചവർക്കെതിരെ നടപടി വേണം എന്ന് പറയുന്നത്, അത് ഏത് അർത്ഥത്തിലാണ് അങ്ങനെ പറയുന്നത്? ഇതിനു മുൻപ് ഇത് നടന്നിട്ടുള്ളതാണല്ലോ ഇതേ സ്കൂളുകളിൽ. മഞ്ജുഷ, ഗുരുപൂർണിമ എന്ന് പറയുന്നത് ഭാരതീയ സംസ്കാരത്തിന്റെ ഭാഗമായി നൂറ്റാണ്ടുകളായി ഇന്ത്യയിൽ നടന്നു വരുന്ന ഒരു സാംസ്കാരിക ചടങ്ങുകൾ മാത്രം. അത് ഓരോ വ്യക്തികളുടെയും വ്യക്തിപരമായി നടക്കേണ്ട ചടങ്ങാണ്. ആ വ്യക്തിപരമായ ചടങ്ങ് പൊതു ഇടങ്ങളിൽ നടത്തപ്പെടുന്നു എന്നുള്ളിടത്താണ് ഏറ്റവും അപകീർത്തികരമായി മാറുന്നത് എന്നുള്ളതാണ്. ഗുരു ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അന്ധതയിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നത് ആരാണോ അവനെയാണ് ഗുരു എന്ന്, അല്ലെങ്കിൽ അദ്ദേഹത്തെയാണ് ഗുരു എന്ന് കൃത്യമായി നാം നിർവചിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ BJP ജില്ലാ സെക്രട്ടറി ഏത് അന്ധതയിൽ നിന്ന് വെളിച്ചത്തിലേക്കാണ് ഈ കുട്ടികളെ നയിക്കാൻ പ്രാപ്തനായിട്ടുള്ളത് എന്ന് പറയേണ്ട ഉത്തരവാദിത്വം അവർക്ക് കൂടിയുണ്ട്, ഈ ഗുരുവന്ദനം നടത്തിയ ആളുകൾക്ക് കൂടിയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശക്തമായി പറയേണ്ടിയിരിക്കുന്ന ഭാഗം. മറിച്ച് ഈ ഓരോ ഗുരുപൂർണിമയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഘട്ടങ്ങളിൽ നമ്മളെ ഗുരുക്കളായി കരുതുന്ന ഗുരുതുല്യരായിട്ടുള്ള അധ്യാപകരെയും സമൂഹത്തിലെ പല വ്യക്തികളെയും വളരെ കൃത്യമായി നമ്മൾ അടയാളപ്പെടുത്താറുണ്ട്. അവരെ കാണുമ്പോൾ ആദരസൂചകമായി കൃത്യമായ ഒരു പെരുമാറ്റം ഓരോ വ്യക്തിയിൽ നിന്നും ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത്തരത്തിൽ വിദ്യാലയങ്ങളിൽ ഇത്തരം പരിപാടികൾ നടത്തുക, ഇത്തരം മതപരമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നത് ഒരു തരത്തിലും അഭിലഷണീയമായിട്ടുള്ള ഒരു പ്രവൃത്തിയല്ല. ഇത് നമ്മെ പിന്നോട്ടടിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. നാം പിന്നോട്ട് പോകുന്നു എന്ന സൂചന നൽകുന്നതിന്റെ ഒരു ഉദാഹരണമായി നാളെ ചരിത്രം ഇത് രേഖപ്പെടുത്തുമെന്നുള്ളതാണ് വസ്തുത. നാം ചരിത്രത്തെ പിന്നോട്ട് നടത്താൻ ശ്രമിക്കുന്നു എന്നതാണ് RSSനെതിരെയും സംഘപരിവാറിനെതിരെയും നടത്തപ്പെടേണ്ട ഏറ്റവും രൂക്ഷമായിട്ടുള്ള വിമർശനം. കാരണം അവരെന്നും ചരിത്രത്തെ പിന്നോട്ട് നയിക്കും. നാം പുരോഗമന സമൂഹമാണ്. പുരോഗമന സമൂഹത്തിൽ അധ്യാപകരെയും ഗുരുക്കന്മാരെയും വന്ദിക്കണ്ട, ബഹുമാനിക്കണ്ട എന്ന് ഒരിടത്തും ആരും പറയില്ല. അതുകൊണ്ട് അധ്യാപകനെ ഇത്തരത്തിൽ, അല്ലെങ്കിൽ ഒരു BJP ജില്ലാ സെക്രട്ടറിയെ കാൽ കഴുകിയത് കൊണ്ട് എന്ത് ഗുരുവന്ദനമാണ് അവിടെ നടന്നിട്ടുള്ളത്, എന്ത് ഗുരുപൂർണിമയാണ് അവിടെ നടന്നിട്ടുള്ളത് ഒരു അപ്പോൾ ആ ഒരു വിഷയം മാത്രമേ പ്രശ്നമുള്ളൂ. ആ അധ്യാപകൻ എന്ന രീതിയിൽ ഈ BJP ജില്ലാ സെക്രട്ടറി KK അനൂപിന്റെ, അല്ലെ അനൂപ് എന്നല്ല അദ്ദേഹത്തിന്റെ പേര്, KK അനൂപിന്റെ കാൽ കഴുകിയ ഒറ്റ വിഷയം മാത്രമേ ഉള്ളൂ? അതുകൊണ്ടാണോ ഇത് ഇത്ര വലുതായിട്ട് വന്നത്? അതല്ലാതെ മറ്റു സ്കൂളുകളിൽ ഇത് നടക്കാറുള്ളതാണ്, ഇതേ സ്കൂളുകളിൽ നടക്കാറുള്ളതാണ്. അപ്പോൾ ആ ഒറ്റ വിഷയമാണോ ഇവിടെ പ്രശ്നമായിട്ടുള്ളത്? അതാണെങ്കിൽ ഒരു സ്കൂളിലേ അതുള്ളൂ, ഒറ്റ സ്കൂളിലെ കാര്യം മാത്രമേ എടുത്തു പറയാൻ കഴിയുകയുള്ളൂ. വിദ്യാലയങ്ങൾ ഇത്തരം പ്രവൃത്തികളുടെ വേദിയാക്കരുത് എന്നുള്ളതാണ് കാഴ്ചപ്പാട്. അതായിരിക്കണം ഒരു പുരോഗമന സമൂഹത്തിന് ഉത്തമമായിട്ടുള്ള കാഴ്ചപ്പാട്. ഏതെങ്കിലും വ്യക്തികൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും കൂട്ടായ്മകൾക്ക്, ഇപ്പൊ RSSന്റെ ഗുരുക്കന്മാരെ വന്ദിക്കുകയോ ഗുരുപൂജ നടത്തുകയോ പാദപൂജ നടത്തുകയോ ഒക്കെ ചെയ്യുന്നതിന് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ പൊതുസമൂഹത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയങ്ങളിൽ, അത് RSS നടത്തുന്ന വിദ്യാലയമാണെങ്കിൽ പോലും, അവിടെ ഇത്തരം പ്രവൃത്തികൾ നടത്തുക, വിദ്യാനികേതനിൽ നടത്തുക എന്ന് പറയുന്നത് ഒരു തരത്തിലും ഈ പൊതുസമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു നടപടിക്രമമായി ഒരു കാലഘട്ടത്തിൽ അത് വിലയിരുത്താനാവില്ല. അത് ഈ വർഷം നടത്തിയാലും തുടർന്നുള്ള വർഷങ്ങളിൽ നടത്തിയാലും അത് ഒരു തരത്തിലും ന്യായീകരണം അർഹിക്കുന്ന പ്രവൃത്തിയായി കരുതുന്നതുമില്ല ഞാൻ. അതുകൊണ്ടാണ് വളരെ കൃത്യമായി ഇക്കാര്യത്തിൽ ഒരു നിലപാടുള്ളത്. അത്തരം പൊതുവിദ്യാലയങ്ങളെ പല സമുദായത്തിൽ നിന്നും പല സാമൂഹിക സാംസ്കാരിക സാഹചര്യങ്ങളിൽ നിന്നും വരുന്ന വിദ്യാർത്ഥികളാണ്. അവരെ അവരുടെ സ്വാതന്ത്ര്യത്തിന് വിടുക. അവരുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അവർക്ക് ലഭിക്കുന്ന വിജ്ഞാനത്തിന്റെ സ്വാതന്ത്ര്യമാണ്. ആ വിജ്ഞാനത്തിന്റെ ജ്ഞാനഭാരം അവർക്കുണ്ടാകണം ഉണ്ടെങ്കിൽ ഇത്തരം കണ്ണടകൾ വെച്ചുകൊണ്ട് അവരെ പ്രേരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അവർക്ക് അങ്ങനെ സ്വാതന്ത്ര്യബോധത്തോടു കൂടി ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ആവാതെ അവരെ പോയ കാലത്തിലേക്ക് തിരിഞ്ഞു നടത്താൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമായി മാത്രമേ ഇത്തരം പാദപൂജകൾ. ശരി, ഒരു കാര്യം കൂടി ഇപ്പോൾ അനിൽ വിളയിൽ ഇവിടെ സൂചിപ്പിച്ചിരുന്നു, ഞാനത് ഇൻട്രോയിലും പറഞ്ഞതാണ്. ഇപ്പോൾ ധർമ്മടത്ത് അവിടെ ബാലസംഘത്തിന്റെ
ഒരു പരിപാടി നടക്കുകയാണ്. അതിൽ CPM നേതാവാണ് വന്നിട്ടുള്ളത്. അയാൾ ഒരു കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ടയാളാണ്. പരോളിൽ ഇറങ്ങിയപ്പോൾ ക്ലാസ് എടുക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അത് പ്രചരിക്കുന്നുണ്ട്. CPMന്റെ ഒരു അനുഭാവി തന്നെയാണ്. ഇത് വലിയ രീതിയിൽ ശ്രീജിത്തേട്ടൻ ആണ് അവർ ഇദ്ദേഹത്തെ വിളിക്കുന്നത്, ഇയാളെ വിളിക്കുന്നത്. അപ്പോൾ ആ പേരിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അത് എത്ര എന്ത് വലിയ സംഭവം എന്ന പോലെയാണ്. ബാലസംഘം എന്ന് പറയുമ്പോൾ കൊച്ചുകുട്ടികളാണ് അതിൽ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നത്, ഈ പാട്ടും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അല്ല മഞ്ജുഷ് എന്നോടാണ്. അതെ 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 ഹസ്കർ. മഞ്ജുഷ്, ബാലസംഘം എന്ന് പറയുന്നത് CPMനോട് ഒപ്പം നിൽക്കുന്ന കുഞ്ഞുങ്ങളെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. സ്വാഭാവികമായും അവരുടെ സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള ഇടങ്ങൾ പരിപോഷിപ്പിക്കുക എന്നുള്ള ആത്യന്തിക ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന നിലയിൽ ആ പ്ലാറ്റ്ഫോമിൽ ശിക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി വരിക എന്ന് പറയുമ്പോൾ അത് ആ ശിക്ഷിക്കപ്പെട്ട വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മറ്റിതര കഴിവുകൾ ഉണ്ടെങ്കിൽ നമുക്കറിയാം, ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന മുഴുവൻ ആളുകളെയും അങ്ങനെ തള്ളിക്കളയേണ്ട ആളുകളല്ല. ഒരുപക്ഷെ നമ്മുടെ ജയിലുകളിൽ ഇന്ന് നമുക്ക് പലപ്പോഴും ജയിലുകളിൽ നിന്ന് മികച്ച കഥകളും മികച്ച കവിതകളും നോവലുകളും ഒക്കെ എഴുതാൻ കഴിയുന്ന പ്രാപ്തരായിട്ടുള്ള എഴുത്തുകാരെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇതൊരു CPM കാരനാണ്, ഒരു RSSകാരനെ കൊന്ന കേസിൽ ശിക്ഷിക്കപ്പെട്ടയാളാണ്. അതാണ് ആ യോഗ്യതയായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ബാലസംഘത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി. ബാലസംഘത്തിനെതിരെ കേസെടുക്കുമോ? അങ്ങനെയല്ല, അതല്ല, അത് മാത്രമേ ഇവിടെയുള്ളൂ. ആ യോഗ്യത മാത്രമേ ഇവിടെയുള്ളൂ. അഡ്വക്കേറ്റ് BN ഹസ്കർ, നമ്മൾ അതിനെ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് എന്തുമാത്രം കഴിവുകളുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മുടെ മുന്നിൽ യാതൊരു അഭിപ്രായമില്ല. അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ശിക്ഷിക്കപ്പെട്ടു എന്നുള്ളത് ഒരു വലിയ അപരാധമായി കരുതേണ്ടതില്ല. ഒരു ശിക്ഷിക്കുക എന്നുള്ളത് കൊണ്ട് നിയമം ഉദ്ദേശിക്കുന്നത് ഒരു റിഫർമേഷൻ, അയാൾക്കൊരു മാനസിക പരിവർത്തനം ഉണ്ടാകണം എന്ന ഉദ്ദേശത്തിലാണ് ഏതൊരു കുറ്റവാളിയെയും ശിക്ഷിക്കുക എന്നുള്ളത്. അപ്പൊ ആ ശിക്ഷിക്കപ്പെട്ടു എന്നുള്ളത് ഒരു വലിയ പോരായ്മയായി കാണണ്ട. അയാളിൽ എന്തെങ്കിലും കഴിവുകൾ ഉണ്ടെങ്കിൽ അത് കുട്ടികളിലേക്ക് പകർന്നു നൽകുന്നതിനുള്ള ശ്രമം ബാലസംഘം നടത്തിയിട്ടുണ്ട്. അതിന്റെ തെറ്റ് കാണാനാവില്ല. പക്ഷെ ബാലസംഘം അക്കാര്യത്തിൽ ഒരു റെസ്ട്രെയിൻഡ് നിലപാട് എടുക്കണമായിരുന്നു. ബാലസംഘം അതിനകത്തൊരു അങ്ങനെ ഒരു നിലപാട് എടുക്കണമായിരുന്നു. ഇയാളുടെ ശിക്ഷാ കാലയളവ് പൂർത്തിയായിട്ടില്ല. പാർട്ടിയിലുള്ള സ്വാധീനം കാരണമാണല്ലോ സ്വാഭാവികമായിട്ടും പരോളിൽ ഇറങ്ങുവാൻ കഴിയുന്നത് പോലും. അങ്ങനെ ഒരാളെ കൊണ്ടുവന്ന് ബാലസംഘത്തിന്റെ പരിപാടിയിൽ കൊച്ചുകുട്ടികൾക്ക് പാട്ടുകളും പാഠങ്ങളും ഉപദേശിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിൽ ചില അസ്വാഭാവികതകൾ ഉണ്ട്. അത് ഒഴിവാക്കാമായിരുന്നു. അല്ല, നിശ്ചയമായി ഒഴിവാക്കണമായിരുന്നു എന്നൊരു തോന്നൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. കാരണം ഇത് ഈ വിഷയമല്ല ചർച്ചയിലേക്ക് വരേണ്ട ഒരു സാഹചര്യം, വിവാദങ്ങളിലേക്ക് എത്തിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല. കാര്യം ബാലസംഘം പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ മുട്ടുകളായി നിൽക്കുന്ന ഉദ്യാനങ്ങളിലെ മുട്ടുകളെ പോലെ പരിപോഷിപ്പിക്കേണ്ട കുഞ്ഞുങ്ങളാണുള്ളത്. അപ്പൊ സ്വാഭാവികമായും ഇത്തരം ഒരു കുറ്റകൃത്യത്തിൽ ശിക്ഷിക്കപ്പെട്ട ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തിന് അവിടെ അവതരിപ്പിക്കാൻ പാടില്ല. രാഹുൽ ഈശ്വർ കൂടി ചേരുന്നുണ്ട്. രാഹുൽ ഈശ്വർ, പാദപൂജയിൽ കേസെടുത്തതിനെ താങ്കൾ ന്യായീകരിക്കുകയാണോ? രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കണം. ഈ വിഷയത്തിൽ RSS പറയുന്നത്, അഡ്വക്കേറ്റ് അനിൽ വിളയിൽ പറയുന്നത് 99 അല്ല 101% ശരിയാണ്. പൂർണ്ണമായും അഡ്വക്കേറ്റ് അനിൽ വിളയിലിന്റെ നിലപാട് ഓരോ മലയാളിയുടെയും, സാധാരണക്കാരനായ ഓരോ മലയാളിയുടെയും ഹിന്ദുവിന്റെയും ഒക്കെ നിലപാട് അത് തന്നെയായിരിക്കും. അദ്ദേഹത്തിനോട് കഴിഞ്ഞ ചർച്ചയിൽ ന്യൂസ് 18 ഇരുന്ന് തന്നെ ഹിന്ദു മുസ്ലിം ഐക്യത്തെക്കുറിച്ചും അയ്യപ്പ പവർ തർക്കത്തെക്കുറിച്ചും ഒക്കെ തർക്കിക്കുന്ന വ്യക്തിയാണ്. ജീവിതകാലം മുഴുവൻ ആ തർക്കം ഉണ്ടാവും. പക്ഷേ ഇന്ന് ഇവിടെ അഡ്വക്കേറ്റ് അനിൽ വിളയിൽ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണെന്ന് മാത്രമല്ല, ഇത് കേൾക്കുന്ന ഓരോ സാധാരണ ഹിന്ദുവിനും ഞങ്ങളുടെ ഹിന്ദു സംസ്കാരത്തെ സൈഡ് ലൈൻ ചെയ്യാനും മാർജിനലൈസ് ചെയ്യാനും വേണ്ടി ഈ ലെഫ്റ്റ് ലിബറലുകൾ ചെയ്യുന്ന ഒരു പ്രക്രിയയായി മാത്രമേ ഇത് തോന്നൂ. രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ലോകാരാധനായ പോപ്പ് ഫ്രാൻസിസ് അദ്ദേഹം രാജ്യങ്ങളിലേക്ക് കടഞ്ഞു നിന്ന് വ്യത്യസ്ത മതങ്ങളിലുള്ള ആൾക്കാരുടെ കാല് കഴുകുന്നു. യേശുദേവൻ കാല് കഴുകുന്നു. വിവേകാനന്ദ സ്വാമി പറയുന്നുണ്ട്, വിവേകാനന്ദൻ, ഞാൻ യേശുവിന്റെ കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ യേശുവിന്റെ കാലെന്റെ ഹൃദയ രക്തം കൊണ്ട് കഴുകുമായിരുന്നു. നമ്മൾ ശ്രീനാരായണ ഗുരുദേവന്റെ, ചട്ടമ്പി സ്വാമിയുടെ, ഭാരതകേസരി മന്നത്ത് പത്മനാഭന്റെ, മഹാത്മാ അയ്യങ്കാളിയുടെ അടക്കമുള്ള വലിയൊരു സാംസ്കാരിക ധാരയുള്ള നാടാണ്. ഗുരുക്കന്മാരെ, മുതിർന്നവരെ റെസ്പെക്റ്റോടെ കാണുന്നതാണ്. ഈ കാര്യങ്ങളെ പ്രശ്നവൽക്കരിക്കുന്നത് കപട മതേതരത്വമാണ്. അഥവാ ഈ ഇടത് ലിബറൽ സോകോൾഡ് പ്രോഗ്രസീവ് സെക്കുലറിസം വിശ്വാസത്തെ, സംസ്കാരത്തെ, പാരമ്പര്യത്തെ ഹനിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. നേരെ തിരിച്ച് നമ്മുടെ പാരമ്പര്യത്തിന്റെ ഭാഗമാണ് കാലിത്തൊട്ട് തൊഴുന്നത്, നമ്മൾ അതിനെ അഭിമാനിക്കേണ്ടവരാണ്. നമ്മുടെ പാരമ്പര്യത്തിന്റെ ഭാഗമാണ് കാൽ കഴുകുന്നത്, അത് നമ്മൾ അഭിമാനിക്കേണ്ടതാണ്. ഇതിലെന്താണ് പുരോഗമനവും അധോഗമനവും? കാലം എത്ര മാറിയാലും നമ്മൾ അച്ഛനെ അളിയാന്ന് വിളിക്കില്ലല്ലോ. പുരോഗമനത്തിന്റെ പേരിൽ നാളെ അച്ഛനെ അളിയാ
എന്ന് വിളിക്കാൻ ആരും പറയില്ലല്ലോ. എന്തുകൊണ്ട് പറയില്ല? കാര്യം നമ്മൾ കുടുംബത്തിൽ വിശ്വസിക്കുന്ന, സംസ്കാരത്തിൽ വിശ്വസിക്കുന്ന, മുതിർന്നവരിൽ വിശ്വസിക്കുന്നവരാണ്. അവിടെയാണ് കബീർദാസ് പറയുന്നത്, മഹാനായ കബീർദാസ് പറയുന്നു, ഗുരുവും ദൈവവും എന്റെ മുമ്പിൽ വന്നാൽ ഞാൻ ആദ്യം ഗുരുവിനെയാണ് വണങ്ങുക. കാര്യം ഗുരുവാണ് എനിക്ക് ദൈവത്തെ കാണിച്ചു തന്നത്. ആ സംസ്കാരം ഉയർത്തിപ്പിടിക്കുന്നതല്ലേ പക്ഷേ ഇവിടെ രാഹുൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കുട്ടികളെ കൊണ്ട് നിർബന്ധിച്ച് ഇങ്ങനെ ചെയ്യിക്കുന്നു എന്നുള്ളതാണ്. അതാണല്ലോ ഇവിടെ ആര് അല്ലല്ല നിർബന്ധിച്ച് ചെയ്യിക്കുന്നു? എതിർക്കുന്നവർ പറയുന്നത്. അല്ല ശ്രീ മഞ്ജുഷ്, ഓർക്കേണ്ട കാര്യം, നമ്മുടെ എല്ലാ മക്കൾ, നമ്മുടെ നോർത്ത് ഇന്ത്യയിലടക്കം കാണാം, ഷാറൂഖ് ഖാൻ അദ്ദേഹം മുസ്ലിം മതവിശ്വാസിയാണ്. നമ്മുടെ മോഹൻലാലിനെ കണ്ടപ്പോ, മമ്മൂട്ടിയെ കണ്ടപ്പോ ലാലേട്ടന്റെ കാലിൽ തൊട്ടുവിടുന്ന് നമ്മൾ കാണുകയുണ്ടായി. അത് നമ്മുടെ ഭാരതീയ പൈതൃകമാണ്, എല്ലാ മതങ്ങളും ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ സംസ്കാരമാണ്. ആ സംസ്കാരം എന്താ? നമ്മുടെ മുതിർന്നവർക്ക് മുമ്പിൽ സർ ചുക്കാന, ഹിന്ദി പറഞ്ഞാൽ സർ ചുക്കാന, അല്ലെങ്കിൽ നമ്മൾ തല കുമ്പിടുന്നു. നമ്മൾ ദൈവത്തെ കാണുമ്പോ, ഗുരുക്കന്മാരെ കാണുമ്പോ, അച്ഛനമ്മമാരെ കാണുമ്പോ യഥാർത്ഥത്തിൽ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, മനഃപൂർവ്വം ഈ സൂംബ വിഷയമൊക്കെ കഴിഞ്ഞ് മുസ്ലിം സംഘടനകൾക്കെതിരെ ഒരു നിലപാടെടുക്കുന്നു എന്നൊരു തോന്നലുണ്ടാക്കി. അങ്ങനെയാണെങ്കിൽ ഇപ്പുറത്ത് ബാലൻസ് ചെയ്ത് ഹിന്ദു സംഘടനകൾക്കെതിരെയും ഹിന്ദു സംസ്കാരത്തിനെതിരെയും കൂടെ ഒരു നിലപാടെടുക്കാം, അങ്ങനെ തങ്ങളുടെ മതേതര മുഖം വെളിവാക്കാമെന്ന് ഇടതുപക്ഷക്കാർ ചിന്തിക്കുന്നതിന്റെ പ്രശ്നമാണ്. അങ്ങനെയല്ല. ഇത്തരം കാര്യങ്ങൾ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. RSSന്റെ സ്കൂളുകളിൽ, മാതാ അമൃതാനന്ദമയി ദേവിയുടെ സ്കൂളുകളിൽ, ശ്രീ രവിശങ്കർജിയുടെ സ്കൂളുകളിൽ, ഞാൻ ചിന്മയിലും പഠിച്ചിട്ടുണ്ട്, ഞാൻ ഒരുപാട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, ചിന്മയിലും പഠിച്ചിട്ടുണ്ട്, ഞങ്ങൾക്കൊക്കെ ഉള്ള സംസ്കാരം ഇതാണ്. അവിടെയാണ് ഏതെങ്കിലും മതത്തോട്, സംസ്കാരത്തോട് ബഹുമാനം കാണിക്കുന്ന ഒരു കുറവല്ല. യഥാർത്ഥത്തിൽ എന്റെ സുഹൃത്താണ് വസന്ത് തെങ്ങുംപള്ളിജി അടക്കം പറയുന്നത് ഈ നെഹ്റൂവിയൻ സെക്യുലറിസമാണ്. നമുക്ക് വേണ്ടത് ഗാന്ധിയൻ പ്ലൂറലിസമാണ്. നെഹ്റൂവിയൻ മതേതരത്വമല്ല, ഗാന്ധിയൻ മതസൗഹാർദ്ദമാണ് ഇന്ത്യയുടെ ആത്മാവ്. മതം, സംസ്കാരം, ആത്മീയത, ധാർമ്മികത, മര്യാദ, പൈതൃകം, ഹെറിറ്റേജ്, ഹിസ്റ്ററി, ഇതിനെയെല്ലാം ബഹുമാനിക്കുന്ന ഒരു സംസ്കാരം നമ്മുടെ ഇടയിൽ ഉണ്ടാകണം. സാധാരണ ഹിന്ദുക്കൾക്ക്, സാധാരണ മലയാളികൾക്ക്, നമ്മളെല്ലാം അങ്ങനല്ലേ, മഞ്ജുഷ് അടക്കം പഠിച്ച സ്കൂളുകളിൽ ഗുരുക്കന്മാരുടെ കാല് തൊട്ട് എഴുതിട്ടില്ലേ? അല്ലെങ്കിൽ പാദപൂജ അടക്കമുള്ള വ്യത്യസ്ത സാംസ്കാരിക ചടങ്ങുകൾ കണ്ടിട്ടില്ലേ? ആ സാംസ്കാരിക ചടങ്ങുകൾക്ക് വേർതിരിവ് കാണാം. ചില സ്കൂളുകൾ ഒന്നായിരിക്കും, ചില സ്കൂളിൽ വേറൊന്നായിരിക്കും. പക്ഷെ ഗുരുക്കന്മാരെ ആദരിക്കാൻ പഠിപ്പിക്കുന്ന മഹത്തരമായ സംസ്കാരം നമ്മൾ ഉയർത്തിപ്പിടിക്കണം. ഇതിന് നമുക്ക് രാഷ്ട്രീയം കൊണ്ടുവരരുത്. നമ്മുടെ സംസ്കാരത്തിന്റെ ഇതിൽ ഈ ബാലൻസിംഗ് ആക്ട് അവിടെ നടത്തിയത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലേ? ഈ രാഹുൽ പറഞ്ഞതിനോട് താങ്കൾക്ക് യോജിക്കാൻ കഴിയുന്നുണ്ടോ? ഇപ്പോൾ ഈ സൂംബ വിവാദത്തിലൊക്കെ മുസ്ലിം സംഘടനകൾക്കെതിരായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചു സർക്കാർ. അപ്പോൾ ഇവിടെ ഒരു ബാലൻസിങ്ങിനായിട്ട് ഹിന്ദു സംഘടനകൾക്കെതിരെയും, ഇവിടെ ഹൈന്ദവ മാനേജ്മെന്റ് സ്കൂളുകളിലാണല്ലോ ഇങ്ങനെ കാൽക്കഴുകൾ നടത്തിയത്. അപ്പോൾ അങ്ങനെ ഒരു ബാലൻസിങ് ആക്ട് അവിടെ സർക്കാർ ചെയ്യുകയാണ്. അത് തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ? അല്ല, നോക്കൂ, അവിടെ വലിയ പ്രശ്നമുണ്ട്. എന്താണ് ഗുരുവുമായി ബന്ധപ്പെട്ട നമ്മുടെ കൺസെപ്റ്റ് എന്താണ്? വിവിധ പ്രിസെപ്ഷൻസുകളാണല്ലോ പറയുന്നത്. അതിൽ തമസോമ ജ്യോതിർഗമയ മൃത്യോമ അമൃതഗമയ ചക്ഷുരുമ്മിൽ ഇതമ്യേന തസ്മൈ ശ്രീ ഗുരുവേ നമ എന്നാണ് ഗുരുപൂജ തന്നെ പറയുന്നത്. അതായത് അന്ധകാരത്തിൽ നിന്ന് പ്രകാശം കാണിച്ചു വരുന്ന ആരാണോ, മരണത്തിൽ നിന്ന് ജീവൻ കാണിച്ചു, നിത്യജീവൻ കാണിച്ചു വരുന്ന ആൾ ആരാണോ അയാളാണ് ഗുരു. അല്ലാതെ ഈ 18ാം നൂറ്റാണ്ടിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുപോയി കാല് കഴിക്കുന്ന ആളാണോ ഗുരു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നമ്മളൊരു പ്രോഗ്രസീവ് സമൂഹമാണ്. ഭാരത സംസ്കാരം തന്നെ, ഞാൻ പറയുന്നത് ഏതെങ്കിലും ലെഫ്റ്റ് സൈഡോ അല്ലെങ്കിൽ ഏതെങ്കിലും കോൺഗ്രസ് സൈഡോ അല്ല. ഭാരത സംസ്കാരം തന്നെ അത് റിഫൈൻ ചെയ്ത് ഉണ്ടായിട്ടുള്ളതാണ്. അത് ഓരോ തവണ റിഫൈൻ ചെയ്യുമ്പോഴും അതിനനുസൃതമായി ഡയമണ്ട് എങ്ങനെയാണോ തിളങ്ങുന്നത് അതുപോലെ തിളങ്ങുകയാണ് ചെയ്യുന്നത്. പൊടി തട്ടിക്കളയണമെന്നേ. അങ്ങനെ പൊടി തട്ടിക്കളഞ്ഞ ആചാരങ്ങളാണ് സതി അടക്കമുള്ളത്. നമ്മുടെ സംസ്കാരത്തിൽ ചില ആചാരങ്ങൾ ഉണ്ടായിരുന്നു. ആ ആചാരങ്ങളിൽ തെറ്റുണ്ട് എന്ന് കാണുന്നത് മാറ്റി നിർത്തി ശരിയായതിനെ ചേർത്ത് പിടിച്ച് മുമ്പോട്ട് പോകുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. 2, ഇവിടെ BHP നേതാവ് അടക്കം പറഞ്ഞത് BJP നേതാക്കളെ അവിടെ കൊണ്ടുവന്ന് കാല് കഴിപ്പിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വളരെ ക്ലിയർ ആയി ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. എന്താണ് RSS അവർ മാനേജ് ചെയ്യുന്ന സ്കൂളുകളിലൂടെ നടപ്പിലാക്കുന്നത്? അവർ നടപ്പിലാക്കുന്നത് അവരുടെ പൊളിറ്റിക്കൽ ഐഡിയോളജി അവിടെ വരുന്ന കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് ഇൻജക്ട് ചെയ്യാനാണ്. അത് തെറ്റാണ്. അതിന് കോൺഗ്രസ് നടത്തുന്ന സ്കൂളുകളാണ്. നമുക്ക് മാനേജ്മെന്റ് സ്കൂളുകളൊന്നുമില്ല. പക്ഷേ കോൺഗ്രസോ CPM-ഓ മറ്റേതെങ്കിലും രാഷ്ട്രീയ കക്ഷികളോ അല്ലെങ്കിൽ ഏതെങ്കിലും മതസംഘടനകളോ നടത്തുന്ന സ്കൂളുകളിൽ അവരുടെ റിലീജിയസ് ആസ്പെക്ട്, അവരുടെ റിലീജിയസ് താല്പര്യങ്ങൾ, അവരുടെ പൊളിറ്റിക്കൽ അജണ്ടാസ് അതാ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് കുത്തിവെക്കുക എന്ന് പറയുന്നത് ശരിയല്ല. 2, കാല് കഴുകിയാൽ മാത്രമാണ് ഗുരുവിന്റെ അനുഗ്രഹം കിട്ടുക എന്ന് ആരാണ് കണ്ടുപിടിച്ചത്? ഏത് സംസ്കാരത്തിലാണ്? ഭാരതീയ സംസ്കാരത്തിൽ എവിടെയാണ് അത് പറയുന്നത്? ഞാനും ഗുരുക്കന്മാരെ വന്ദിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ അത്തരം സംസ്കാരങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ളവർ. അല്ല, നിങ്ങൾ മുതിർന്ന നേതാക്കളുടെ പോലും കാൽ തൊട്ട് നമസ്കരിക്കാറുള്ളതല്ലേ? പാദസേവയല്ല ഞാൻ ഉദ്ദേശിച്ചത്. വോളണ്ടറിയാണ്. ഞാൻ അവിടെയാണ്, അതാണ് ഞാൻ ആഡ് ചെയ്ത് വന്നത്. അതായത് ഗുരുക്കന്മാരുടെ കാലു കഴുകിയാൽ മാത്രമാണ്
അനുഗ്രഹം കിട്ടുക എന്ന കൺസെപ്റ്റ് ആരാണ് മുമ്പോട്ട് വെക്കുന്നത്? അല്ലെങ്കിൽ അത് ഓരോരുത്തർക്കും ഓരോ രീതിയാണല്ലോ. ഞാൻ പറഞ്ഞു, ഇപ്പോൾ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ കാണുമ്പോൾ കാൽ തൊട്ട് വന്ദിക്കുകയും ചെയ്യുന്ന ഒരു ശീലം നിങ്ങളിപ്പോഴുള്ള നേതാക്കന്മാർക്കും ഉണ്ടല്ലോ, അല്ലേ? ഇല്ല, ഇല്ല, കാൽ വീഴാറില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അത് വോളണ്ടറി ആണ്. രണ്ട്, ഈ മുതിർന്നവരെ കാണുമ്പോൾ നമ്മൾ അവരുടെ അനുഗ്രഹത്തിന് വേണ്ടി അവരുടെ ഏതാണ് ശിരസ് വന്ദിക്കുക എന്ന് പറയുന്നതൊക്കെ അതൊരു സംസ്കാരത്തിന്റെ ഒരു വോളണ്ടറി ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ നമ്മളെ താല്പര്യപ്രകാരമാണ്. പക്ഷെ ഈ കുഞ്ഞുങ്ങൾ അത് വോളണ്ടറി ആയിട്ടാണ് ചെയ്തത് എന്ന് നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും? രണ്ട്, ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറയുന്നത് സ്വാഭാവികമായും അതൊരു ഒരു പൊതുസമൂഹത്തിന്റെ ഭാഗമാണ്. അവിടെ ഒരു ചടങ്ങ് നടക്കുന്നു. ആ ചടങ്ങിൽ നിന്ന് ഏത് കുട്ടിക്കാണ് മാറി നിൽക്കാൻ സാധിക്കുക? എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ ഏതെങ്കിലും കുട്ടികൾക്ക് സാധിക്കുമോ? പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായും ആ പൊതുസമൂഹത്തിന്റെ ഭാഗമായി നിൽക്കുന്ന വിദ്യാലയങ്ങൾ, പൊതുസമൂഹത്തിന്റെ ബിംബമായി നിൽക്കുന്ന, പ്രതിഫലനമായി നിൽക്കുന്ന വിദ്യാലയങ്ങളിൽ അത്തരം ആചാരങ്ങൾ കെട്ടിയിറക്കുന്നത് ശരിയല്ല എന്ന നിലപാട് തന്നെയാണ് എനിക്കുള്ളത്. ഇനി അവിടെ മാത്രമല്ല കേട്ടോ, അവിടെ മാത്രമല്ല, വ്യക്തിപരമായി ഇപ്പൊ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ആരുടെയെങ്കിലും കാല് തൊട്ടാണ് നമ്മൾ നമ്മളുടെ വിധേയത്വം, നമ്മളുടെ സ്നേഹം, നമ്മളുടെ അനുസരണ ബോധമൊക്കെ കാണിക്കേണ്ടത് എന്ന കൺസെപ്റ്റ് തന്നെ തെറ്റാണ് എന്ന ചിന്താഗതിക്കാരനാണ് ഞാൻ. നമുക്കൊരാളോട് ബഹുമാനമുണ്ടെങ്കിൽ, സ്നേഹമുണ്ടെങ്കിൽ, വിധേയത്വമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജ്ഞാനത്തിൽ നമുക്ക് ആദരവുണ്ടെങ്കിൽ അത് കാല് തൊഴുതല്ലാതെ നമുക്ക് അദ്ദേഹത്തോടുള്ള പെരുമാറ്റത്തിൽ, സംസാരത്തിൽ, നമ്മളുടെ ആശയ സംവേദനത്തിൽ ഒക്കെ അത് പ്രകടിപ്പിക്കാൻ സാധിക്കും. അങ്ങനെയാണ് പ്രകടിപ്പിക്കുകയും ചെയ്യേണ്ടത്. ശരി, ശ്രീ അനിൽ വിളയിൽ, കുട്ടികളെ അതിന് നിർബന്ധിക്കുന്നു എന്നുള്ള പോയിന്റിലാണ് വസന്ത് ഉറച്ചു നിൽക്കുന്നത്. ഇതിനകത്ത് ശ്രീ ഹസ്കറിനും ശ്രീ വസന്തിനും സ്വല്പം ഒന്ന് രണ്ട് കാര്യങ്ങളിലും മറുപടി കൊടുക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം, പൊതുവിദ്യാഭ്യാസത്തിനെ പറ്റിയൊക്കെ ശ്രീ ഹസ്കർ വളരെ മനോഹരമായി സംസാരിച്ചു. ഈ ഭാരതീയ വിദ്യാനികേതന്റെ അല്ലെങ്കിൽ ഭാരതീയ സംസ്കാരം പ്രാവർത്തികമാക്കുന്ന വിദ്യാലയങ്ങളെ പൊതുവിദ്യാലയങ്ങൾ എന്ന് അദ്ദേഹം പറഞ്ഞത് ഒരു കുഴപ്പമില്ല. കാരണം അവിടെ ഹിന്ദു കുട്ടികൾ മാത്രമല്ല പഠിക്കുന്നത്, ക്രൈസ്തവരും മുസ്ലിങ്ങളുമായ ധാരാളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. അദ്ദേഹം എന്താണ് ഈ കുട്ടികളുടെ മുമ്പിൽ കാട്ടിക്കൂട്ടിയതോ മഹാ അപരാധമാണ് ഗുരുപൂജ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചോട്ടെ, കൊച്ചു കുട്ടികൾ പഠിക്കുന്ന ക്ലാസ് റൂമിലിട്ട് ജയകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു അധ്യാപകനെ വെട്ടി കൊന്നപ്പോൾ ഇവർ എവിടെയായിരുന്നു? പാലക്കാട് വിക്ടോറിയ കോളേജിലെ സരസ്വതി ടീച്ചറിന്റെ കുഴിമാടം തീർത്ത് റീത്ത് സമർപ്പിച്ചു. ഈ അടുത്ത സമയത്ത് ഒരു ഇടതുപക്ഷ നേതാവ് ഒരു ചർച്ചയിൽ പറഞ്ഞത് കേട്ടു, അത് ആർട്ട് ഇൻസ്റ്റലേഷൻ ആണ് എന്ന് പറയും. അത്രമാത്രം ന്യായീകരണമാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു IFS ഓഫീസറായ TP ശ്രീനിവാസനെ പൊതുസമൂഹത്തിൽ വെച്ച് തല്ലി താഴെ വീഴ്ത്തിയപ്പോൾ ഇവരുടെ സംസ്കാരം എവിടെയായിരുന്നു? നേരത്തെ ഒരു പാവം പിടിച്ച ബീഹാറിൽ നിന്ന് വന്ന IAS ഓഫീസറുടെ ചുമലിൽ കൂടെ കരിയോയില് ടാർ ഒഴിച്ചപ്പോൾ ഇവരുടെ സംസ്കാരം എവിടെയായിരുന്നു? ഈ സംസ്കാരങ്ങളെ കാണാതെ ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ട ഒരു പ്രതി, ശ്രദ്ധിക്കണം, നിഖിൽ വധക്കേസിലും അസ്ലാം വധക്കേസിലും പ്രതിയായിട്ടുള്ള ടെൻഷൻ ശ്രീജിത്ത് എന്ന് വിളിക്കുന്ന തെക്കേ കണ്ണോളി ശ്രീജിത്ത് ധർമ്മടം നോർത്ത് ജില്ലയിലെ ബാലസംഘത്തിന്റെ പരിപാടിയിൽ വന്ന് സാരോപദേശ ക്ലാസ് കൊടുത്തതിന് തീവ്രത കുറവാണെന്നാണ് ശ്രീ അസ്ലാം ഈ ഹസ്കർ സാർ സൂചിപ്പിക്കുകയുണ്ടായത്. ഇവരുദ്ദേശിക്കുന്ന സംസ്കാരം ഇതൊക്കെ തന്നെയാണ്. ഈ സംസ്കാരം നടപ്പാക്കാന് ഭാരതീയ വിദ്യാനികേതന്റെയോ ഭാരതീയ സംസ്കാരത്തിൽ വിശ്വസിക്കുന്ന സ്ഥാപനങ്ങൾക്ക് സാധിക്കില്ല. ഞങ്ങൾ വിശ്വസിക്കുന്ന സംസ്കാരവും ഇദ്ദേഹം പറഞ്ഞ സംസ്കാരവും രണ്ടാണ്. ഈ സംസ്കാരങ്ങൾ പഠിപ്പിക്കാൻ താല്പര്യമില്ലാത്ത മഹാഭൂരിപക്ഷം ജനങ്ങളുമാണ് കേരളത്തിൽ ഇന്നുള്ളത്. നമ്മൾ ശ്രദ്ധിക്കുക, കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല വളരെ വലിയ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് വിഷയം മാറാൻ ഞാനതൊക്കെ പല മാധ്യമങ്ങളിലും പറഞ്ഞു കഴിഞ്ഞുകൊണ്ട് അതിനെപ്പറ്റി ഒന്നും തന്നെ പറയുന്നില്ല. ശ്രീ വസന്ത് സൂചിപ്പിക്കുകയുണ്ടായി. ഞാനൊരു കാര്യത്തിൽ വെല്ലുവിളിക്കുകയാണ് ഇവിടുത്തെ DYFI, SFI, KSU, യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെ. പണ്ട് എന്നോ ഒരു കാലത്ത് ഒരു സന്യാസി സ്വാമി എന്തോ ഒരു കുഴപ്പം കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ സന്യാസി ആശ്രമങ്ങളെല്ലാം ഇവിടുത്തെ DYFIക്കാരും KSUക്കാരും യൂത്ത് കോൺഗ്രസ്സുകാരോട് തല്ലി തകർത്തു. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ഈ മാർച്ച് നടത്തിയ കക്ഷികളൊക്കെ തന്നെ ചേലാകർമ്മം നടത്തിയ ഒരു കുട്ടി മരിച്ചു, ആരെങ്കിലും അപലപിച്ചോ? സുന്നത്ത് നടത്തുമ്പോൾ ഏത് കുട്ടിയുടെ അനുവാദം മേടിച്ചാണ് ആ കുട്ടിയുടെ ലിംഗാഗ്രം ഛേദിക്കുന്നത്? അത് ബാലാവകാശത്തിന്റെ പരിധിയിൽ വരില്ലേ? ഫേസ്ബുക്കിൽ ഒരു പേജുണ്ട്, മദ്രസകളിലെ പീഡനം എന്നൊരു പേജുണ്ടെന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. കേരളത്തിലെ മദ്രസകളില് പീഡിപ്പിക്കപ്പെടുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ കഥയും അതുമായി ബന്ധപ്പെട്ട വാർത്തകളും വരുന്ന ഒരു ഫേസ്ബുക്ക് പേജാണ് കേരളത്തിലെ മദ്രസകളിലെ പീഡനങ്ങൾ. ഒരു മദ്രസയിലെ പീഡനം നടത്തി കഴിയുമ്പോൾ ഇവിടുത്തെ യൂത്ത് കോൺഗ്രസോ KSUക്കാരോ SFIക്കാരോ ഏതെങ്കിലും മദ്രസ തല്ലി തകർക്കാനോ അതിനെതിരെ മുദ്രാവാക്യം വിളിക്കാനോ അവിടേക്ക് ഘോഷയാത്ര നടത്താനോ അവിടേക്ക് ശവമഞ്ചം തീർക്കാനോ തയ്യാറാകുന്നുണ്ടോ?
അന്നേരം ഇവിടുത്തെ ഹിന്ദു എന്തെങ്കിലും കാണിച്ചാൽ അത് സംസ്കാര വിരുദ്ധം, ഭാരതത്തിന് വിരുദ്ധം, അല്ലെങ്കിൽ ഇതൊക്കെ പഴയ കാലത്തെ ബ്രാഹ്മണിക്കൽ ഹെജിമണിയാണ്, പുരാതന കാലഘട്ടത്തിലേക്ക് വസന്ത് സൂചിപ്പിച്ചതുപോലെ മനുസ്മൃതി കാലഘട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞ പഴഞ്ചൻ ആശയങ്ങൾ ഇവർ ശരി, വസന്ത് അതിനുള്ള മറുപടി പറയാൻ താല്പര്യമുണ്ടെങ്കിൽ മറുപടി പറയൂ. പറയുന്നതിനെ കൂടി ഇവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ ശരി, കാര്യത്തിൽ കൂടി വസന്ത് ഇവർ പറയട്ടെ. പറഞ്ഞു അതിനുള്ള മറുപടി വസന്ത്, അതിനുള്ള മറുപടി വസന്ത്. ചെയ്യുക എന്നത് അദ്ദേഹത്തിന്റെ അജണ്ട തന്നെ ഈ അവസാനത്തെ 2 ലൈനിൽ കൃത്യമാണ്. ഹിന്ദു സംസ്കാരങ്ങൾ അല്ലെന്നേ, ഇവിടെ SNDP സ്കൂളുകളുണ്ട്, NSS സ്കൂളുകളുണ്ട്, അവിടെ ഒന്നും അല്ല, ഇതില്ലല്ലോ. അദ്ദേഹം ചോദിച്ച ഒരു ഡയറക്റ്റ് ചോദ്യം, ബാക്കിയെല്ലാം താങ്കൾ പറഞ്ഞതാണ്. അല്ല, ഈ ചേലാകർമ്മത്തിനെതിരെ നിങ്ങൾ സമരം ചെയ്യുമോ എന്നുള്ളതാണ് ചോദിച്ചത്. അദ്ദേഹം ഡയറക്റ്റ് ചോദിച്ചു, അതിനുള്ള ഡയറക്റ്റ് ഉത്തരം പറയൂ. കുട്ടിയുടെ അനുവാദം ചോദിച്ചിട്ടാണോ എന്ന് ചോദിച്ചു. ഏത് ബാലാവകാശ കമ്മീഷൻ ഇടപെടുന്നുണ്ട്? അത് ഇടപെടാൻ ഒക്കത്തില്ല. അത് സംസ്കാരമാണ്. ഈ സനാതന സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ഒരു ഗുരുവിന്റെ കാലിൽ തൊട്ട് തൊഴുകയും നമസ്കരിക്കുകയും ചെയ്യുമ്പോൾ അതെന്തോ ഭരണഘടനാ വിരുദ്ധം, ആർട്ടിക്കിളിൽ എഴുതി വെച്ചതിന് വിരുദ്ധം, ഏതൊക്കെയോ മനുസ്മൃതി കാലഘട്ടത്തിലേക്ക് കൊണ്ടുവന്നു. അതിനുള്ള ധൈര്യവും തന്റെ ഇടമൊന്നുമില്ല. ഒരു കാര്യം കൂടെ ഉറപ്പു പറയുകയാണ്, ഈ മന്ത്രി ഇത്തരത്തിലുള്ളൊരു അന്വേഷണം നടത്തി എന്നുള്ള കാരണത്താൽ ഇതൊന്നും നിൽക്കത്തില്ല. വരും വർഷങ്ങളിൽ ധാരാളം സ്കൂളുകളിൽ ഗുരുപൂജ നടക്കും. ഈ അടുത്ത മാസം തന്നെ മിക്ക സ്കൂളുകളിലും നടക്കാൻ പോകുന്നതാണ് രക്ഷാബന്ധൻ. ഇതൊന്നും തടയാൻ ആർജവമുള്ള ഒരു സർക്കാരും ഇല്ല. ഇതൊന്നും നിരോധിക്കാൻ സാധിക്കില്ല. ഒരു ഉദാഹരണം കൂടെ പറഞ്ഞു ഞാൻ നിർത്താം. ഇലന്തൂരിൽ നരബലി നടന്നപ്പോൾ കേരള നിയമസഭയിൽ ഈ അനാചാര എതിർക്കാൻ വേണ്ടി ഒരു നിയമം കൊണ്ടുവരാൻ ശ്രമിച്ചു. എന്തേ ആ നിയമം കൊണ്ടുവരാൻ സാധിച്ചില്ല? കാരണം ആചാരം എന്താണ്, അനാചാരം എന്താണെന്ന് കൃത്യമായി നിർവചിക്കാൻ കഴിവും പ്രാപ്തിയും ഉള്ള ഒരു ഒറ്റ വ്യക്തി പോലും കേരളത്തിൽ ഇല്ല എന്നുള്ള കാരണത്താലാണ് ആ വസ്തു മറുപടി. അല്ല, അദ്ദേഹം അല്പജ്ഞാനത്തെ വലിയ പാണ്ഡിത്യമായി അവതരിപ്പിക്കുകയാണ്. നോക്കൂ, ഈ അത് താങ്കളായിരിക്കും വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മനുസ്മൃതി പഠിച്ചിട്ട് പറഞ്ഞത്. എനിക്ക് ആ പാരമ്പര്യമില്ല, പഠിച്ചിട്ട് തന്നെ പറയുന്നത്. ഇയാള് മാത്രം സംസാരിക്കും. അത് വസ്തു ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാതെ പോവുകയാണ്. അതുകൊണ്ടാണ് താൻ ആരാണ്? താൻ അങ്ങനെയൊന്നും പറയാതെ വസ്തു ചോദിച്ച ചോദ്യം ഡയറക്റ്റ് ചോദ്യമായിരുന്നു. അല്ല, ഈ സമീപകാലത്ത് സംഭവിച്ച, ഈ കഴിഞ്ഞ ദിവസം സംഭവിച്ച ഒരു ഒന്നായിരുന്നു. അതിനെതിരെ പ്രതികരിച്ചോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അദ്ദേഹം ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി പറയുക, അല്ലെങ്കിൽ രാഹുൽ പറഞ്ഞിരുന്നു അതിനുള്ള മറുപടി പറയാമെന്ന്. അനിലേ, അങ്ങ് സംസാരിച്ചപ്പോ ഇടപെട്ടിട്ടേ ഇല്ലാത്ത ഒരാളാണ് ഞാൻ. എന്നോട് വളരെ കൃത്യമായി ശ്രീ മഞ്ജുഷ് പറഞ്ഞ ശേഷമാണ് ഞാൻ സംസാരിക്കാൻ തുടങ്ങിയത്. അങ്ങ് നേരത്തെ ഞാൻ പറയുന്നത് മുഴുവൻ പുലഭ്യമാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദ്യത്തിന് ഉത്തരം പറയൂ വസന്ത്. ആ ചോദ്യം അതുകൊണ്ടാണ് താങ്കളിലേക്ക് വന്നത്, അല്ലെങ്കിൽ ഹസ്കറിലേക്ക് പോകേണ്ടതായിരുന്നു. ശ്രീ മഞ്ജുഷ്, നമ്മൾ സംസാരിക്കുന്ന സംസ്കാരത്തെ പറ്റിയാണല്ലോ. അപ്പൊ ഒരു ചർച്ചയിൽ പങ്കെടുക്കേണ്ട സംസ്കാരം കൂടെ ചർച്ച വിഷയമാവട്ടെ. അതൊന്നുമല്ല, താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയൂ, അല്ലെങ്കിൽ രാഹുലിന് അതിനുള്ള മറുപടി ഉണ്ട്. ശരി, രാഹുൽ അതിനുള്ള മറുപടി. രാഹുൽ മറുപടി. വസന്ത് ഭായ്, ഞാൻ അതിനൊരു മറുപടി പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. ഞാൻ 6 വയസ്സിൽ പൂണൂലിടുന്നതാണ്. എന്നോട് ചോദിച്ചിട്ടല്ല ഇട്ട് തന്നത്. പക്ഷെ ഞങ്ങളുടെ സംസ്കാരത്തിന്റെ ഭാഗമായി ഞങ്ങൾ ധരിക്കുന്നതാണ്. സുന്നത്താണെങ്കിലും മാമോദിസ മുക്കുന്നതാണെങ്കിലും പൂണൂൽ ധരിക്കുന്നതാണെങ്കിലും നമ്മുടെ സംസ്കാരങ്ങളെല്ലാം പവിത്രവും മഹത്തരവുമാണ്. നമ്മൾ അതിനെ അനാവശ്യമായി ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ അനാവശ്യമായി മോശവൽക്കരിക്കുകയോ ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇതിൽ വിശ്വാസികളെല്ലാം ഒരു പക്ഷത്താണ്. മറുപക്ഷത്ത് ബഹുമാനപുരസരം ശ്രീ ഹസ്കർ അടക്കമുള്ള ഒരു അല്ലെങ്കിൽ എന്താ പറയുന്നത്, സെക്കുലർ പ്രോഗ്രസീവ് ലൈൻ എടുക്കുന്നവരാണ്. വിശ്വാസികൾ ഈ കാര്യത്തിൽ ഒരുമിച്ചാണ്. അതായത് ജൂതന്മാർക്ക് സർക്കംസിഷൻ ഉണ്ട്, മുസ്ലിങ്ങൾക്കുണ്ട്, വ്യത്യസ്ത ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കുണ്ട്. ഇതേപോലെ ഓരോ വിശ്വാസങ്ങൾ, മാമോദീസ മുക്കുന്നതുണ്ട്, നമ്മുടെ ബ്രാഹ്മണ, ഹിന്ദു, നായർ, ഈഴവ ഒരുപാട് സംസ്കാരങ്ങളിൽപ്പെട്ട കാര്യമുണ്ട്. ഇത്തരം കാര്യങ്ങൾ അതാത് മാതാപിതാക്കളുടെയും കുട്ടികളുടെയും സ്വകാര്യതയാണ്. നമുക്ക് ലംഘിക്കാൻ അവകാശമില്ല. നമ്മുടെ ആറ്റുകാൽ പൊങ്കാലയിൽ കുട്ടികളെ ശൂലം കുത്തുന്നു എന്ന് പറഞ്ഞൊരു പോലീസ് ഉദ്യോഗസ്ഥ പറഞ്ഞപ്പോൾ ഞങ്ങൾക്കെല്ലാം ദേഷ്യമായി. കാര്യം എന്റെ മോനടക്കം ചെയ്യുന്നതാണ്. എനിക്ക് അവരുടെ ഉപദേശം ആവശ്യമില്ല. എന്റെ മോനെ എങ്ങനെ നോക്കണമെന്ന് എനിക്കറിയാം. പോലീസും സ്റ്റേറ്റും നാട്ടുകാരും പറയേണ്ട ആവശ്യമില്ല. അതേപോലെ മുസ്ലിം അച്ഛനമ്മമാർക്ക് അവരുടെ മക്കളെ, ക്രിസ്ത്യൻ അച്ഛനമ്മമാർക്ക് അവരുടെ മക്കളെ, ഹിന്ദുക്കൾക്ക് അവരുടെ മക്കളെ നോക്കാൻ അറിയാം. ഇത് നമ്മുടെ വിശ്വാസത്തിന്റെ പാരമ്പര്യവും സംസ്കാരവും, അതിനെ സംരക്ഷിക്കണം. എന്നാൽ ഇവിടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ പുരോഗമനവാദത്തിന്റെ പേരിൽ ഇതെല്ലാം തെറ്റാണെന്ന് പറയുന്നതാണ് ഇവിടുത്തെ പ്രശ്നം. ഇത് യഥാർത്ഥത്തിൽ ഒരു കൺസർവേറ്റീവ് വേഴ്സസ് ലിബറൽ ഇഷ്യൂ ആണ്, ഹിന്ദു വേഴ്സസ് മുസ്ലിം ഇഷ്യൂ അല്ല. അതായത് പാരമ്പര്യവാദത്തിൽ വിശ്വസിക്കുന്ന ഒരു ആൾക്കാർ ഒരു വിഭാഗത്തും സോകോൾഡ് പുരോഗമനവാദത്തിൽ വിശ്വസിക്കുന്നവർ മറ്റൊരു വിഭാഗത്തിലും. ഈ സംസ്കാരം നേരത്തെ ശ്രീ അനിൽ പറഞ്ഞ ഒരു കാര്യത്തോട് യോജിപ്പാണ്. രക്ഷാബന്ധൻ തുടരണം. നമ്മുടെ മഹത്തരമായ പൈതൃകമാണ് രക്ഷാബന്ധൻ. എന്തിന് അലക്സാണ്ടറിന് പോലും ബഹുമാനം തോന്നിയ ഒരു പാരമ്പര്യമാണ് രക്ഷാബന്ധൻ. ഒരിക്കൽ കൂടി, ഈ പുരോഗമനവാദമാണെങ്കിൽ പുരോഗമനവാദത്തിൽ ഉറച്ചു നിൽക്കണം. എല്ലാ ആചാരങ്ങളെയും അതേ രീതിയിൽ തന്നെ എതിർക്കണം. അതല്ലെങ്കിൽ പഴയ ആചാരങ്ങളിലാണെങ്കിൽ അതേ രീതിയിൽ പറയണം. ഈ രണ്ട് തട്ടിൽ പാടില്ല എന്നുള്ളതാണ്. അനിൽ ചോദിച്ചതും അത് തന്നെയായിരുന്നു. വസ്തുത അതിനുള്ള മറുപടി പറയേണ്ടി വരും. 2 കാര്യങ്ങൾ ഉറപ്പായും അതിന് ഉത്തരം പറയാം. 2 കാര്യങ്ങൾ എന്റെ സുഹൃത്ത് ശ്രീ രാഹുൽ ഈശ്വർ പറഞ്ഞതിനോട് പൂർണ്ണമായി ഞാൻ യോജിക്കുകയാണ്. കാരണം മതാചാരങ്ങൾ അത് വ്യത്യസ്ത ആചാരങ്ങളാണ്, അത് അംഗീകരിക്കപ്പെടേണ്ടത് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ശബരിമലയിലെ ആചാരാനുഷ്ഠാനത്തിനെതിരായി
സർക്കാർ നിലപാട് എടുക്കുമ്പോൾ അതിനെതിരായി സമരരംഗത്ത് കോൺഗ്രസും ഉണ്ടായിരുന്നു. പക്ഷേ വിദ്യാലയങ്ങൾ എന്ന് പറയുന്നത് പൊതു ഇടങ്ങളാണ്. ആ വിദ്യാലയങ്ങളെ ഒരു ആചാരം അനുഷ്ഠിക്കേണ്ടത് ഏത് മത ഇടങ്ങളിലും അല്ലെങ്കിൽ പ്രൈവറ്റ് പ്ലേസുകളിലും സ്വന്തം ഭവനങ്ങളിലുമാണ്. ഞാനൊരു ക്രിസ്തീയ വിശ്വാസിയാണ്. എൻ്റെ വിശ്വാസം ഞാൻ അനൗൺസ് ചെയ്യേണ്ടത് പള്ളിയിലും അല്ലെങ്കിൽ എൻ്റെ വീട്ടിലുമാണ്. അല്ലാതെ എൻ്റെ വിശ്വാസത്തെ ഞാൻ നടത്തുന്ന ഒരു സ്കൂളിൽ ഇംപ്ലിമെന്റ് ചെയ്യുക, കെട്ടിയിറക്കുക എന്ന് പറയുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് ഭരണഘടന പറഞ്ഞത്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന രാഹുൽ അടക്കം ഞാനടക്കം എല്ലാവരും അഭിഭാഷകരാണ്, ആർക്കും തെറ്റിപ്പോവില്ല. സയന്റിഫിക് ടെമ്പർ തെറ്റിക്കുന്ന ഒരു കാര്യം വിദ്യാലയങ്ങളിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. അത് ക്രിസ്ത്യൻ വിശ്വാസമാണെങ്കിലും മുസ്ലിം വിശ്വാസമാണെങ്കിലും ഹൈന്ദവ വിശ്വാസമാണെങ്കിലും. ഇനി അങ്ങ് പോയിന്റ് ഔട്ട് ചെയ്ത് ചോദിച്ച ചോദ്യം, ചേലാകർമ്മത്തിലെ വിഷയങ്ങൾ അടക്കം വിവിധ വിഷയങ്ങളിൽ എല്ലാ വിഷയങ്ങളിലും കോൺഗ്രസിന്റെ നിലപാട് സെക്യുലറിസ്റ്റിക് ആണ്. ഞങ്ങൾ ഏതെങ്കിലും മതാചാരം സ്കൂളുകളിലേക്ക്, പൊതുവിടങ്ങളിലേക്ക്, സർക്കാർ സ്പേസുകളിലേക്ക്, പബ്ലിക് സ്പേസുകളിലേക്ക് കെട്ടിയിറക്കി മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതിന് അതിനെയാണ് എതിർത്തത് വസന്ത്. പൊതു ഇടങ്ങളിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ വസന്തെ, പെട്ടെന്ന് ഒരു കാര്യം അങ്ങയോട് യോജിക്കാനാണ്. എന്റെ മോൻ സെന്റ് തോമസിലാണ് പഠിക്കുന്നത്. ഞാൻ ക്രൈസ്തവറിൽ പഠിച്ചിട്ടുണ്ട്. എന്റെ അമ്മ ക്രിസ്ത്യൻ കോളേജിലാണ് പഠിച്ചത്. എന്റെ മുത്തശ്ശി ബാലികാമഠത്തിലാണ്. എല്ലാം ക്രിസ്ത്യൻ സ്കൂളുകളായിരുന്നു. അവിടുത്തെ ക്രിസ്ത്യൻ പ്രാർത്ഥനകൾ വരുമ്പോൾ അത് പഠിക്കാനും അറിയാനുമേ നമ്മൾ ശ്രമിച്ചിട്ടുള്ളൂ. നമ്മുടെ സംസ്കാരം അങ്ങനെയാണ്. നേരത്തെ RSSന്റെ സ്കൂളുകൾ, RSSനോട് ആശയപരമായ ചില കാര്യങ്ങൾ വ്യത്യാസമുണ്ട്. പക്ഷെ അവര് പഠിപ്പിക്കുന്ന നല്ല ഇന്ത്യൻ സംസ്കാരമാണ്. അതായത് അവരുടെ ഏകൽ വിദ്യാലയങ്ങളുണ്ട്. നമ്മുടെ ആദിവാസികളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ ഭാരതീയ പൈതൃകം പഠിപ്പിക്കുന്നു. ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾ ലെഫ്റ്റിന്റെ കൂടെ നിൽക്കാതെ ഒരു മധ്യത്തിന്റെ കൂടോ ബഹുസ്വരതയുടെ കൂടോ നിൽക്കണം. കാര്യം ഈ ലെഫ്റ്റ് ലിബറൽസിന് ഈ കാര്യങ്ങളിലൊന്നും വിശ്വാസമില്ല. വസന്ത് അടക്കമുള്ളവർ ഈ നെഹ്റുവിയൻ സെക്യുലറിസ്റ്റ് ലൈൻ എടുക്കുന്നതുകൊണ്ടാണ് ഈ ഗാന്ധിയൻ പ്ലൂറലിസ്റ്റിന് ഈ സ്പേസ് ഇല്ലാതായി പോകുന്നത്. എല്ലാരെയും ഒരുമിച്ച് ചേർത്ത് നിർത്തണം. അത് ഈ ഗുരുപൂജ നടന്നോട്ടെ എന്ന് നിങ്ങളല്ലേ പറയേണ്ടത്, കോൺഗ്രസ്സുകാരല്ലേ പറയേണ്ടത്. ഗുരുപൂജ നടക്കട്ടെ, നമ്മുടെ പാരമ്പര്യമാണ്, നമ്മൾ ഗുരുക്കന്മാരായി കാണുന്നതാണ്. ഇത് തന്നെയാണ് ഭാരത് മാതാ വിഷയവും. ഭാരത് മാതാ വിഷയത്തിൽ മഹാത്മാഗാന്ധിയാണ് ഭാരത് മാതാ ടെമ്പിൾ ഇനോഗ്രേറ്റ് ചെയ്തത്. ആ ഭാരത മാതാവിനെ പുൽകാൻ കോൺഗ്രസ്സുകാർ മടിക്കുന്നത് എന്തിനാ? സാക്ഷാൽ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ഭാരത് മാതാ ടെമ്പിൾ ഇനോഗ്രേറ്റ് ചെയ്യുന്നു, അവിടെ പോകുന്നു. മഹാത്മാഗാന്ധി എന്ന സനാതന ഹിന്ദു വിശ്വാസത്തിലേക്ക് കോൺഗ്രസ് തിരിച്ചു വരുന്നില്ല എന്നുള്ളതാണ് വസന്തിനോട് അടക്കമുള്ള വിമർശനം. ശരി, ശ്രീ അഡ്വക്കേറ്റ് BN ഹസ്കർ, ഇത് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുകയാണ്, കുട്ടികൾ ഇതിലൊന്നും അറിയുന്നില്ല, ഇതാണല്ലോ നിങ്ങളുടെയൊക്കെ വാദം. പക്ഷേ ഇപ്പോൾ രാഹുൽ ഇവിടെ പറയുന്ന ഉദാഹരണമുണ്ട്, ഞാൻ പൂന്നൂലിട്ടത് എൻ്റെ അറിവോട് കൂടിയല്ല എന്ന്. അല്ല, നമ്മുടെ ഒരു വലിയ പരിമിതി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടികൾ ജനിച്ച മാതാപിതാക്കളുടെ മതത്തിന്റെ ചടങ്ങുകളിലേക്ക് ജനിക്കപ്പെടുന്നു അല്ലെങ്കിൽ അത് പിന്തുടരുന്നു എന്നുള്ളതാണ്. അതാണ് ഒരു വലിയ പരിമിതിയായി കാണുന്നത്. സ്വാഭാവികമായും ഏത് പൊതുസമൂഹത്തിൽ ജനിക്കുന്ന ഒരു കുഞ്ഞ് അത് കുട്ടികളെ ഒരു തരത്തിലുമുള്ള എല്ലാ മതവിശ്വാസങ്ങളെ സംബന്ധിച്ചും ലോകത്തുള്ള മുഴുവൻ മതവിശ്വാസത്തിന്റെ പ്രമാണങ്ങളെ സംബന്ധിച്ചും ആ കുട്ടികൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പഠിപ്പിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മറ്റൊരു മുഖമുണ്ടാകും എന്ന് കരുതുന്നതാണ്. എന്തായാലും ഏതൊക്കെ മതങ്ങളിൽ വിശ്വസിച്ചിരുന്നാലും ഏകദൈവം എന്ന വിശ്വാസത്തിന് വിരുദ്ധമായി ആർക്കും ചിന്തിക്കാനാവില്ല. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു ദൈവത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. വ്യത്യസ്ത വഴികളിലൂടെയാണ് ആ ദൈവ വിശ്വാസത്തിലേക്ക് ഓരോരുത്തരും ചെന്നെത്തുന്നത് എന്നുള്ളതാണ് വസ്തുത. അപ്പൊ സ്വാഭാവികമായി പക്ഷെ ഒരു തീരുമാനം കൂടി എടുത്തിട്ടുണ്ടല്ലേ വിദ്യാഭ്യാസ മന്ത്രി ആവർത്തിച്ചിപ്പോൾ പറയുന്ന കാര്യമുണ്ട്, ഒരു സ്കൂളുകളിലും ഒരു മതവിശ്വാസവും ഏർപ്പെടുത്തുവാൻ അനുവദിക്കുകയില്ല എന്ന്. അത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട്. ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിലാണ് മന്ത്രി പറഞ്ഞത്. ഈ പ്രാർത്ഥനാ ഗാനം പാടുമ്പോൾ പോലും അത് മതപരമായ ഒരു ഗാനമാകാൻ അനുവദിക്കില്ല, ഇനി മുതൽ അത് വേണ്ട എന്ന്. അത് താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. അല്ല, നിശ്ചയമായും അത്തരം ഒരു തീരുമാനത്തിലേക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാറണമെന്നുള്ളതാണ്. ഒരുപക്ഷെ നമുക്കറിയാം, ഇന്ത്യയിൽ ആകമാനം വിദ്യാഭ്യാസ വിപ്ലവം സൃഷ്ടിച്ചിട്ടുള്ളത് ക്രൈസ്തവ മിഷണറിമാരാണ്. ക്രൈസ്തവ മിഷണറിമാർ ആ വിദ്യാഭ്യാസ വിപ്ലവം സൃഷ്ടിച്ചപ്പോ അവർക്കൊരു പക്ഷേ ക്രിസ്തു മതത്തിലേക്ക് മുഴുവൻ ആളുകളെയും ആകർഷിക്കുക എന്നുള്ള രീതിയിൽ ഒരു വിദ്യാഭ്യാസ പദ്ധതി സ്കൂളുകളിൽ നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ ക്രിസ്തു മതത്തിന് ഒരു വലിയ സാധ്യത കൽപ്പിക്കപ്പെടുമായിരുന്നു. അതുകൊണ്ടാണ് കൃത്യമായ ഒരു കൈയകലം ഇക്കാര്യത്തിൽ മതപരമായ ചടങ്ങുകൾക്ക് വിദ്യാലയങ്ങളിൽ ഉണ്ടാവണം. സർവ്വമതങ്ങളെ കുറിച്ചും പഠിക്കുക, അറിയുക, അനുഭവിക്കുക എന്നുള്ളതായിരിക്കണം ഒരു നല്ല വിദ്യാർത്ഥിയായി, ഒരു നല്ല പൗരനായി വളരുന്നതിന് ഒരാൾക്ക് സാധിക്കുക എന്ന വസ്തുത നാം മനസ്സിലാണ്. ഇത് ഒരു പക്ഷേ വിശ്വാസികളും അവിശ്വാസികളും തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധമായി ഇതിനെ അങ്ങനെ ചെറുതായി കാണരുത് എന്നുള്ളതാണ് ഒരു അഭ്യർത്ഥന. കാരണം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കുന്നതിനുള്ള അവകാശമുള്ളതുപോലെ തന്നെ ഒരു എത്തിയസ്റ്റിന് അല്ലെങ്കിൽ ഒരു അവിശ്വാസിക്ക്
അവിശ്വസിക്കുന്നതിനുള്ള അധികാരവും അവകാശവും നമ്മുടെ ഭരണഘടന നൽകുന്നു. അപ്പോൾ അത് മഹാഭൂരിപക്ഷം വരുന്ന കുഞ്ഞുങ്ങളിലേക്ക് ഇപ്പൊ വിദ്യാനികേതൻ അടക്കമുള്ള സ്ഥാപനങ്ങൾ RSSന്റെ അജണ്ടയോടുകൂടി അവർ അവകാശപ്പെടുന്ന സനാതന ധർമ്മം എന്ന് പറയുന്നത് വലിയ ഡിബേറ്റബിൾ വിഷയമാണ്. അതൊരു ചെറിയ സബ്ജക്റ്റായി നമുക്ക് ചർച്ച ചെയ്ത് പോകാനാവില്ല. അപ്പൊ ആ സനാതന ധർമ്മം പഠിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇങ്ങനെ ഗുരു പൂജ അല്ലെങ്കിൽ പാദപൂജ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ കുഞ്ഞനുഭവിച്ച ആ കുഞ്ഞിന് ലഭിക്കുന്ന എന്ത് സംതൃപ്തിയാണെന്ന് പോലും തിരിച്ചറിയാനാവുന്നില്ല എന്ന ഖേദകരമായ സാഹചര്യമാണ്. കാര്യം അല്ല, അതിൽ അസംതൃപ്തി എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? അസംതൃപ്തി ഉണ്ടെങ്കിൽ അതെങ്ങനെ തിരിച്ചറിയാൻ കഴിയും? അതിൽ സംതൃപ്തിയോ അസംതൃപ്തിയോ തിരിച്ചറിയാൻ കഴിയില്ല. നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്നതാണ്. നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ നമ്മൾ സ്കൂൾ ചെയ്ത പ്രവൃത്തികളെ സംബന്ധിച്ച് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള സ്വാതന്ത്ര്യത്തോടു കൂടി ചെയ്തിട്ടുണ്ടോ? എത്ര വിദ്യാർത്ഥികൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ വളരെ ചെറു പ്രായത്തിൽ? ഒരുപക്ഷെ ഹൈസ്കൂൾ തലത്തിലൊക്കെ എത്തുമ്പോൾ നമ്മൾ സ്വയം ചിന്തിക്കുകയും പ്രതിരോധിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ഒരാൾ ഒരു പ്രൈമറി തലത്തിലെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും അത്തരത്തിലൊരു പ്രതികരിക്കാനോ അവരല്ലെങ്കിൽ അത് ആസ്വദിക്കാനോ അല്ലെങ്കിൽ അതിന്റെ പ്രക്രിയയുടെ സാങ്ക്ടിറ്റി പോലും ആ കുഞ്ഞുങ്ങൾക്ക് അറിയാൻ ഇടയില്ല. അപ്പോൾ അത് ദയവ് ചെയ്ത് ഭാരതീയ വിദ്യാനികേതൻ പോലുള്ള നിങ്ങൾ വലിയ സ്ഥാപനങ്ങളാണ്, നിങ്ങൾ വിദ്യാർത്ഥികളെ പരിപോഷിപ്പിക്കുന്നു എന്ന് അവകാശപ്പെടുന്നെങ്കിൽ ഇത്തരം ചടങ്ങുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. അത് പൊതുസമൂഹത്തെ സംബന്ധിച്ച് അവർ എല്ലാ കാര്യങ്ങളും പഠിച്ച് വളരട്ടെ. കുട്ടികൾ ഇപ്പോൾ ഇതെല്ലാം കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്ന ഒരു സമയമല്ലേ ശ്രീ അഡ്വക്കേറ്റ് BN ഹസ്കർ? കുട്ടികളെ ചെറുതായി കാണുകയാണെന്ന് തോന്നുന്നു ഹസ്കർ. ഇപ്പോൾ റീത്ത് വെക്കുന്നതും അധ്യാപകർക്ക് റീത്ത് വെക്കുന്നതും അവരുടെ ചെകിട്ട് തടിക്കുന്നതും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രായത്തിലാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതെല്ലാം അറിയാം. അപ്പോൾ അതിനെയെല്ലാം ന്യായീകരിക്കുകയും ഇല്ലേ, അതിനെ ഇൻസ്റ്റലേഷനാണ്, ആർട്ടാണ് എന്നൊക്കെ പറയുന്ന നേതാക്കളെയും കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അവരുടെ ഗുരുക്കന്മാരെ ഒന്ന് ബഹുമാനിച്ചോട്ടെ, അത് ഏത് രീതിയിലാണെങ്കിലും. അല്ല മഞ്ജുഷ്, ഗുരുക്കന്മാരെ ബഹുമാനിക്കേണ്ടെന്ന് ഒരാളും പറയുന്നില്ല. ആരെങ്കിലും ഒരു ഗുരുക്കന്മാരും ആദരവ് അർഹിക്കുന്നില്ല എന്ന് ആരും പറയുന്നില്ല. ഗുരുക്കന്മാർ ആദരവ് പിടിച്ചു വാങ്ങരുത് എന്നുള്ളതാണ്. ഇത് പിടിച്ചുവാങ്ങലാണ്. ആ പിടിച്ചുവാങ്ങലിനെയാണ്, നിർബന്ധിതമായി ചെയ്യിപ്പിക്കലിനെയാണ് വിമർശന വിധേയമാക്കുന്നത്. അതും പിടിച്ചുവാങ്ങലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മുതിർന്ന അധ്യാപകരൊക്കെ വന്നു നിന്ന് എന്റെ കാലിൽ തൊട്ട് വണങ്ങൂ എന്ന് കുട്ടികളോട് പറയുന്നില്ല കേട്ടോ. അങ്ങനെയൊന്നുമല്ല, അതൊരു ചടങ്ങിന്റെ ഭാഗമായിട്ടുണ്ട് എന്നേ ഉള്ളൂ. മഞ്ജുശ്രീ, ഇതിന്റെ പ്രശ്നം എന്താ പറയുക? മഞ്ജുശ്രീ, ഇതിന്റെ പ്രശ്നമേ ഹോളി കളിക്കുമ്പം ആ ഹോളിക്ക് എന്തോ പ്രശ്നമാണ്, കർവാചോത്ത് നോർത്ത് ഇന്ത്യ ചെയ്യുമ്പം അത് പിന്തിരിപ്പനാണ്, നമ്മുടെ രക്ഷാബന്ധൻ ചെയ്യുമ്പോൾ അതെന്തോ മോശമാണ്. യഥാർത്ഥത്തിൽ ONV കുറുപ്പ് സാർ, അദ്ദേഹം ഇടതുപക്ഷക്കാരനാണല്ലോ, അദ്ദേഹത്തിന്റെ മനോഹരമായ ഒരു കവിതയുണ്ട്, ഇന്നത്തെ നാടിന്റെ ഏറ്റവും വലിയ പ്രശ്നം ആങ്ങളെയും പെങ്ങളും ഇല്ലാത്തതാണെന്ന് പറഞ്ഞ്. ആ ആങ്ങളെയും പെങ്ങളെയും ഉണ്ടാക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ സഹോദര ബന്ധത്തിന് വേണ്ടിയാണ് ഈ രക്ഷാബന്ധൻ ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങളെ രാഷ്ട്രീയത്തിന് അതീതമായി കണ്ടൂടെ? നമുക്ക് സഹോദര ബന്ധങ്ങൾ, ടീച്ചറുമായിട്ടുള്ള ബന്ധം, ടീച്ചർ അമ്മയും അച്ഛനെയും പോലാണെന്നുള്ള ബന്ധം, ദൈവമാണെന്നുള്ള ബന്ധം, മാതാ പിതാ ഗുരു ദൈവം എന്നുള്ള സന്ദേശം അത് RSS കൊടുത്താലും ക്രിസ്ത്യൻ സഭകൾ കൊടുത്താലും മുസ്ലിം സഭകൾ കൊടുത്താലും നമ്മൾ എന്തിനാ വിയോജിക്കുന്നത്? ഈ കേവല യാന്ത്രിക യുക്തിവാദത്തിന്റെ പാതയിൽ പോയാൽ നമ്മുടെ സംസ്കാരം ഇല്ലാതാകും. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ അനിൽജിയോട് യോജിപ്പ്. അനിൽജിയുടെ വാക്കുകൾക്ക് കൂടുതൽ ശക്തി ഉണ്ടാകട്ടെ. ഗോഡ് ബ്ലസ്. ശരി അനിൽ, മറ്റൊരു കാര്യം, നിങ്ങളൊരു വെല്ലുവിളിയുടെ രൂപത്തിലാണല്ലോ പറയുന്നത്. എങ്ങനെ ഏത് എതിർപ്പുണ്ടായാലും ഇത് തുടരും, അത് 10 മടങ്ങ് ശക്തിയോടെ തുടരുമെന്നൊക്കെയാണല്ലോ. അവിടെ ഒരു വെല്ലുവിളിയുടെ സ്വരമുണ്ട്. അവിടെയാണ് ഈ RSS അജണ്ട എന്ന് പറയുന്നത്. ഒരു വെല്ലുവിളിയുമില്ല. എല്ലാ സ്കൂളുകളിലും എത്രയോ വർഷക്കാലമായി നടക്കുന്നതാണ് ഗുരുപൂജ, രക്ഷാബന്ധൻ തുടങ്ങി ഭാരതത്തിന്റെ സംസ്കൃതിയുടെ ഭാഗമായ ചടങ്ങുകൾ. ഇതെങ്ങനെ നിരോധിക്കാൻ സാധിക്കും? ശ്രീ അസ്കർ സൂചിപ്പിക്കുകയുണ്ടായി, ഒരു പിഞ്ചു കുഞ്ഞ് അനുഭവിച്ച മനപ്രയാസം എന്നൊക്കെ അദ്ദേഹം വളരെ സാഹിത്യ ഭാഷയിൽ പറയുന്നത് കേട്ടാല് ഈ ചേലാകർമ്മം ചെയ്ത സമയത്തുമൊക്കെ തന്നെ ആ പിഞ്ചു കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന ശാരീരിക വേദന അദ്ദേഹം എന്തേ കാണാതെ പോകുന്നു? ഇതൊരു പോട്ടെ, ഒരു മുതിർന്ന ഒരാളുടെ കാലിൽ നമസ്കരിക്കുന്നു, അദ്ദേഹത്തിന്റെ കാലിലേക്ക് പുഷ്പങ്ങൾ അർപ്പിക്കുന്നു. ഇതിന് എന്താണ് ഒരു പ്രയാസമുള്ളത്? ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിലേക്ക് ആ ഗുരുവാണ് ഏറ്റവും വലിയ ഒരു ഉദാത്ത സങ്കല്പം എന്ന് വരികയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളുടെ ബാല്യകാലത്തെ ഒരു 3 വയസ്സൊക്കെ ശേഷം ഈ ഒരു കൊച്ചു കുഞ്ഞായിക്കൊള്ളട്ടെ, കൗമാരക്കാരനായിക്കൊള്ളട്ടെ, ആരോടൊപ്പമാണ് അവരുടെ ജീവിതത്തിലെ മഹാഭൂരിപക്ഷ സമയവും പകൽ സമയങ്ങളിൽ ചെലവഴിക്കുന്നത്? അവന്റെ ഗുരുവിനോടൊപ്പം തന്നെയാണ്. ആ ഗുരുവാണ് അവന്റെ മുമ്പിലുള്ള ഏക ദൈവം. ദൈവത്തിന് ഏറ്റവും തുല്യനായിട്ടുള്ള വ്യക്തി ഉണ്ടെങ്കിൽ ആ ദൈവത്തിന് തുല്യനായിട്ടുള്ള ആ ഗുരുവിനെയാണ് അവൻ വന്ദിക്കേണ്ടത്. എന്താണ് വിദ്യാഭ്യാസം കൊണ്ട് അനുശാസിക്കുന്ന കാര്യങ്ങളുണ്ട്.
അതൊന്നും ഇവിടുത്തെ ഇടതുപക്ഷക്കാർക്കോ ASFകാർക്കോ SFIക്കാർക്കോ അറിയില്ല. അറിവ്, വിനയം, ആദരവ്, അഹങ്കാരമില്ലായ്മ, സംസ്കാരം തുടങ്ങിയ പാഠങ്ങളാണ് പഠിപ്പിക്കുന്നത്. ആ സംസ്കാരത്തിന്റെ ഭാഗമാണ് ഭാരതത്തിൽ പല കാലങ്ങളിലായി ഒഴുകിയെത്തിയ സംസ്കാരം നമ്മളുടെ കുട്ടികളിലേക്ക് പകർന്നു നൽകണം. അല്ലാതെ അറിവ് എന്ന് പറഞ്ഞാൽ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി നേടുന്ന അറിവല്ല, വാഴക്കുലയിൽ വ്യാജ ഗവേഷണം നടത്തി നേടുന്ന ഡോക്ടറേറ്റ് അല്ല അറിവ്. ഒരാൾക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കുന്നതെന്ന് പറയുന്ന ഒരു സംസ്കാരമല്ല വിനയം എന്ന് പറയുന്നത്. ഒരാൾക്ക് കുഴിമാടം തീർത്തുകൊണ്ട് ആളിന് റീത്ത് വെക്കുന്നതല്ല ആദരവെന്ന് പറയുന്നത്. ഇതിനെയൊക്കെയാണ് വിദ്യാഭ്യാസം, ഇതിനെയൊക്കെയാണ് കേരള സംസ്കാരം എന്ന് പറഞ്ഞ് ഞങ്ങൾ അതിനെ സ്വീകരിച്ചു. ഈ കേരള സംസ്കാരം ഇത്തരത്തിലാക്കി മാറ്റിയത് ഇവിടെ മാറി മാറി ഭരിച്ചിട്ടുള്ള ഇടതു മുന്നണിയും വലതു മുന്നണിയുമാണ്. ഞങ്ങൾ കാണുന്ന ഉദാത്തമായിട്ടുള്ള ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത് ഗുരുപൂജയാണ്, രക്ഷാബന്ധനാണ്, ഇത്തരത്തിലുള്ള ആചാര അനുഷ്ഠാനങ്ങളാണ്. ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലുമാണ് എന്തോ അപരമത വിദ്വേഷമാണെന്ന് കൂടി ചേർത്തോളൂ. അപരമത വിദ്വേഷം എവിടെ അദ്ദേഹം നേരത്തെ വസന്ത് സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. RSS വിദ്യാലയങ്ങളിലേക്ക് ഇഞ്ചക്ഷൻ കൊടുത്തു വിടുകയാണ്. ഞാൻ ഒരു കാര്യം വ്യക്തിപരമായി പറയാം, ശ്രീ വസന്തിനോട് ഞാൻ പേഴ്സണലായിട്ട് വിളിച്ചു പറയാം. ഭാരതീയ വിദ്യാനികേതന്റെ സ്കൂളുകളിൽ ഈ ഇഞ്ചക്ഷൻ വാങ്ങാൻ വേണ്ടി കാത്തു നിൽക്കുന്ന DCC നേതാക്കന്മാരുടെ മക്കള്, ചെറുമക്കള്, KPCC നേതാക്കന്മാരുടെ മക്കള്, CPMന്റെയും പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതാക്കന്മാര് ഒക്കെ തന്നെ ക്യൂ നിൽക്കുകയാണ് അഡ്മിഷന് വേണ്ടി ഈ ഇഞ്ചക്ഷൻ ഏറ്റുവാങ്ങാൻ. കാരണം അവർക്ക് യാഥാർത്ഥ്യം അറിയാം. പല കാലഘട്ടത്തിൽ അവർക്ക് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി അവര് കോൺഗ്രസ് ആയിട്ടും അല്ലെ കമ്മ്യൂണിസ്റ്റ് ആയിട്ടും ഒക്കെ വിരാജിക്കുകയാണ്. പക്ഷെ അവരുടെ ഉള്ളിൽ ഒരു തിരിച്ചറിവുണ്ട്, അത് ഈ ഭാരതീയ സംസ്കൃതി തന്നെയാണ്. പുറത്ത് പറയുന്നത് മാത്രമേ ഉള്ളൂ അല്ലെ, പുറത്ത് ഈ രീതിയിൽ മേലിനടിക്കും, അകത്ത് അങ്ങനെയല്ല. തന്നെ അഡ്മിഷന് വേണ്ടി ക്യൂ നിൽക്കുന്നു എന്നാണ് അനിൽ പറയുന്നത്. പേര് പറയുന്നത് എന്റെ സംസ്കാരത്തിന്, അദ്ദേഹം നേരത്തെ സംസ്കാരം പറഞ്ഞല്ലോ, ആ സംസ്കാരത്തിന് യോജിക്കാത്തത് കൊണ്ടാണ് DCCയുടെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാര്, പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ പ്രഗത്ഭരായ നേതാക്കന്മാര്, ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതാക്കന്മാര്, കമ്മ്യൂണിസ്റ്റ് CPM കുടുംബത്തിലെ ആൾക്കാരുടെ വീട്ടിലെ കുട്ടികള്, SUCI നേതാക്കന്മാരുടെ വീട്ടിലെ കുട്ടികള്, ഞാൻ ലിസ്റ്റ് തരാം. വ്യക്തിപരമായി റെക്കോർഡ് ചെയ്തില്ലെങ്കിൽ എന്നോട് സംസാരിച്ചാൽ ഞാൻ അവരുടെ പേരുകൾ പറയാം. ഈ ഗുരുപൂജാ വന്ദനത്തില് ഞാൻ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാം. എത്രയോ ഇടതുപക്ഷ അധ്യാപക യൂണിയനിലെ നേതാക്കന്മാരെ വിരമിച്ച എത്രയോ അധ്യാപകരുടെ കാലുകൾ അവിടെ തൊഴുതു പൂജിച്ചു. അവരൊക്കെ കണ്ണീരോടുകൂടിയാണ് അവർക്ക് ആ ഗുരുവിന്റെ ആ ഒരു സംസ്കാരം മനസ്സിലാക്കാൻ സാധിച്ചതിലുള്ള ചാരിതാർത്ഥ്യത്തോടുകൂടി കണ്ണു നിറഞ്ഞുകൊണ്ടാണ് ആ കൊച്ചുകുട്ടികൾ ആ പാദങ്ങളിൽ നമസ്കരിച്ചപ്പോൾ ആ അധ്യാപകന്മാരും അവിടെ ഇരുന്നത്. ഞാൻ വേണമെങ്കിൽ അവരുടെ ലിസ്റ്റ് തരാം. അവരൊക്കെ ഇടതുപക്ഷ അധ്യാപക യൂണിയനിൽ ഇരുന്നപ്പോൾ ഇതേപോലെ പ്രസംഗിച്ചവരാണ്, അനാചാരങ്ങൾക്കെതിരെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെയൊക്കെ എതിർത്തവരാണ്. പക്ഷേ ആ അധ്യാപകരും വന്നിരുന്ന് ഈ ഗുരുപൂജയില് ആ പാദ നമസ്കാരം ഏറ്റുവാങ്ങിയ കാഴ്ചയുടെ ചിത്രങ്ങൾ, വീഡിയോ ഉൾപ്പെടെ ഞാൻ വേണമെങ്കിൽ കാട്ടിത്തരാം. ഞങ്ങളുടെ മാന്യതയ്ക്ക് നിരക്കാത്തതായത് കൊണ്ടാണ് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഗുരുവിന്റെ പാദമാണ് നമസ്കരിച്ചത്. ഈ ഭാരതീയ വിദ്യാനികേതന്റെ സ്കൂളുകളിൽ ഇതിന്റെ റിവേഴ്സ് ഗിയർ ഉണ്ട്. എല്ലാ കുട്ടികളെയും അധ്യാപകർ പൂജിക്കുന്ന കാഴ്ചയുണ്ട്. വീഡിയോ ഞാൻ വസന്തിനും മഞ്ജുഷിനും ഞാൻ അയച്ചു തരാം. അവിടെ വേറൊരു സംസ്കാരമുണ്ട്. മാവേലിക്കരയിൽ ഈ വിവാദമായിരിക്കുന്ന വിദ്യാലയത്തില് ഓരോ മാസവും 5000-6000 കിലോ അരിയാണ് ഈ കൊച്ചു കുഞ്ഞുങ്ങൾ കളക്ട് ചെയ്ത് പാവം പിടിച്ച, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, സമൂഹത്തിലെ പ്രയാസം അനുഭവിക്കുന്ന വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്. സ്വന്തമായി ആ കുട്ടികൾ ഒരു ആംബുലൻസ് സർവീസ് നടത്തുന്നുണ്ട്. ആ ആംബുലൻസ് സർവീസ് ആതുര സേവനത്തിന് വേണ്ടിയാണ്. ഈ CBSEയുടെ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം അനുസരിച്ചുകൊണ്ട് 5 മാർക്ക് സേവന പ്രവർത്തനത്തിനാണ്. വേറെ ഏത് വിദ്യാലയമാണ് ഇത്തരത്തിൽ മാതൃകാപരമായ പ്രവർത്തനം കാണിക്കുന്നത്? ഒരു വിദ്യാലയത്തിനും കാണിക്കാൻ സാധിക്കത്തില്ല. ഈ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളെ നടത്തിപ്പ് KER അനുസരിച്ചാണ്, കേരള എഡ്യൂക്കേഷൻ റൂൾസ് അനുസരിച്ചാണ്. പക്ഷേ കഴിഞ്ഞ കുറെ കാലമായി കേരളത്തിലെ വിദ്യാലയങ്ങള് മുസ്ലിം എഡ്യൂക്കേഷൻ റൂൾസ് അനുസരിച്ചാണ് പോകുന്നത്. ജെഫ്രി മുത്തുക്കോയ തങ്ങളും കാന്തപുരവും ഒക്കെയാണ് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലെ അജണ്ടകൾ. ഗുരുപൂജ. ശരി, അവസാനം മുസ്ലിം വിരോധം പറയായിരുന്നത് അല്ല, പറഞ്ഞ അനിലിന്റെ വായിന്ന് അപരമത വിദ്വേഷം തന്നെ കുട്ടികളുടെ കാര്യോർത്ത് സഹതപിക്കാനേ മാർഗമുള്ളൂ അനിൽ. എന്ത് സഹതപിക്കാൻ? അല്ല, ശ്രീ അനിൽ പറഞ്ഞ എല്ലാ കാര്യവും സ്വാഗതാർഹമാണ്. ആ മുസ്ലിം വിരോധം മാറ്റിവെച്ചാൽ അദ്ദേഹം പെർഫെക്റ്റ്. മുസ്ലിം വിരോധം പറഞ്ഞില്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഓരോ മലയാളിക്കും, കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റും BJPക്കും എല്ലാം സ്വാഗതാർഹമാണ്. അവസാനം സംസാരിക്കുമ്പോൾ വസന്തിന് ഒരു ആയുധം കൊടുത്തു. അതുവരെ അനിൽ സ്കോർ ചെയ്തതാണ്, പക്ഷെ ഇപ്പോൾ വസന്തിന് ഒരു ആയുധം കിട്ടി. വസന്ത് മറുപടി.
എന്ത് സ്കോർ ചെയ്യാനാണ്? ഞാൻ മുസ്ലിം അല്ല, വിരോധം വസന്ത് ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ആലോചിച്ചിരിക്കുകയായിരുന്നു എന്ത് കേരളത്തിലെ മറുപടി കഴിഞ്ഞ പറയുമെന്ന്. കുറേ പക്ഷെ അവസാനത്തെ നാളായിട്ട് സെന്റൻസിൽ വിദ്യാഭ്യാസം അനിൽ കൊണ്ട് കളഞ്ഞു. പ്രശ്നം ശരി വസന്ത്. ഈ അവസരത്തെ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ശരി ഉള്ളൂ. വസന്ത്. ശത്രുപക്ഷത്ത് നിർത്താൻ അവർക്ക് എല്ലാ കാലത്തും ആരെങ്കിലും വേണം. ചില കാലത്ത് അത് മുസ്ലിംസ് ആയിരിക്കും, ചില കാലത്ത് അത് ക്രിസ്ത്യാനികളായിരിക്കും. അങ്ങനെ ശത്രുപക്ഷത്ത് നിർത്തി അപരമത വിദ്വേഷം, ഇപ്പൊ അപരമത വിദ്വേഷമാണ്, നാളെ അപര രാഷ്ട്രീയ വിദ്വേഷം, അപരമതങ്ങൾ തീർന്നു കഴിയുമ്പോൾ അപര രാഷ്ട്രീയ വിദ്വേഷം അവർ പറയും. അങ്ങനെ നമ്മൾ മറ്റുള്ളവരുമായി മാറി നിൽക്കേണ്ടവരാണെന്നും അവരെ ശത്രുപക്ഷത്ത് നിർത്തി പോരടിക്കേണ്ടവരാണെന്നുമുള്ള ചിന്ത, ആശയധാര അദ്ദേഹത്തിന്റെ ചർച്ചയിൽ ഇപ്പൊ ശ്രീ മഞ്ജുഷ പറഞ്ഞല്ലോ അവസാന നിമിഷം എന്ന്. അങ്ങനെയല്ല, ഈ ചർച്ചയുടെ തുടക്കം തൊട്ട് 3 തവണ സംസാരിച്ചപ്പോഴും ശ്രീ അനിൽ ഒളിഞ്ഞും തെളിഞ്ഞും അത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ സാധനം ഇതാ ഇങ്ങനെ കുട്ടികളിലേക്ക് അദ്ദേഹം എങ്ങനെയാണോ ഷുഗർ കോട്ട് ചെയ്ത് ഈ ചർച്ചയിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്, ഒടുക്കം അത് വെളിച്ചത്തായി. കുറുക്കൻ കൂവും ഏത് നിലാ വെളിച്ചത്തിലും എന്ന് പറയുന്നത് പോലെ അദ്ദേഹത്തിന് കൂകേണ്ടി വന്നു. അതുപോലെ എങ്ങനെയാണോ ഷുഗർ ശ്രമിച്ചത്, ഇതേ അപരമത വിദ്വേഷം, ഇതേ ശത്രു സംസ്കാരം ആരിൽ കുത്തിയേൽപ്പിക്കാൻ ശ്രമിക്കുന്നു, നമ്മുടെ കുട്ടികളിൽ ഇൻജക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോ ചിലപ്പോൾ RSSന്റെ സ്കൂളുകൾ അല്ലെങ്കിൽ ക്രൈസ്തവ സഭയുടെ സ്കൂളുകൾ നല്ല സ്കൂളുകളാണെങ്കിൽ മാതാപിതാക്കൾ കുട്ടികളെ അവിടെ വിടും. നല്ല എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ, നല്ല റിസൾട്ട് ഓറിയന്റഡ് ആണെങ്കിൽ അവിടെ വിടും. അതിപ്പോ RSS ആണോ നടത്തുന്നത്, കോൺഗ്രസ് ആണോ നടത്തുന്നത് എന്നൊന്നും നോക്കിയിട്ടില്ല. അവിടുത്തെ റിസൾട്ട് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ്. 2, അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കണ്ട. ഞങ്ങൾ ആരും ഗുരുപൂജയ്ക്കെതിരല്ല, ഞങ്ങൾ ആരും ഗുരുക്കന്മാരെ വന്ദിക്കുന്നതിനെതിരല്ല, ഞങ്ങൾ ആരും ഗുരുക്കൾക്കെതിരല്ല. അതുകൊണ്ടാണല്ലോ ഗുരുപൂജയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം തന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചർച്ചയിൽ പറഞ്ഞത്. നമ്മൾ എതിർക്കുന്നത് പാദപൂജയാണ്. അതായത് ഒരാളുടെ പാദത്തിന്റെ കീഴിലാണ് അനുഗ്രഹം ഇരിക്കുന്നത് എന്ന കൺസെപ്റ്റിനോടാണ്. ആ കൺസെപ്റ്റിനെ ആശയവും തമ്മിൽ പോരടിക്കേണ്ടതിന് പകരം മതത്തെയും തമ്മിൽ പോരടിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇവരുടെ ഹിഡൻ അജണ്ടയാണ്. ആ അജണ്ട ശരി, ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്. നന്ദി വസന്ത്, നന്ദി ശ്രീ അനിൽ വിളയിൽ, ശ്രീ രാഹുൽ ഈശ്വർ, ശ്രീ BN ഹസ്കർ. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ഗുരുക്കന്മാരോടുള്ള പാദപൂജയോട് യോജിക്കുന്നുണ്ടോ? ഉണ്ടെന്ന് 44%, ഇല്ല എന്ന് 53%. ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി. ഒരു മാധ്യമ പ്രവർത്തകൻ